സർവശക്തനായ ദൈവം, സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം കൊണ്ട് ആശ്വാസം നൽകുമാറാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. 1995 പെണ്ണമാമ്മയുടെ ഭവനമായ പെരുന്നാട്ടിലുള്ള പാറയിൽ ഭവനത്തിൽ നിന്ന് എനിക്ക് വിവാഹം കഴിപ്പാനായിട്ടിടയായി. അന്ന് തുടങ്ങി ഈ ഭവനവുമായിട്ട് അഭേദ്യമായ ബന്ധം പലപ്പോഴും കടന്നു വരികയും ഒന്നിച്ച സമയങ്ങൾ പങ്കിടുവാനൊക്കെ കർത്താവ് നൽകിയിട്ടുള്ള നല്ല അവസരങ്ങളെ ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ക്രിസ്തീയ പ്രത്യാശ എന്നുള്ളത് മരണം കൊണ്ട് അവസാനിക്കുന്ന ഒന്നല്ല. മുൻപ് ദൈവവചനത്തിൽ നിന്ന് സംസാരിച്ച കർത്താവിൻ്റെ ദാസന്മാരൊക്കെ ഓർപ്പിച്ചതുപോലെ ഇത് മറ്റൊരു ജീവിതത്തിൻ്റെ ആരംഭമാണ്. മരണം എന്ന വാതിലിലൂടെ കടന്ന് നിത്യമായ ഒരു വാസത്തിന് വേണ്ടി മരണത്തിലൂടെ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോവുകയാണ്. ബൈബിൾ നാം പഠിക്കുമ്പോൾ പഴയ നിയമമെന്നും പുതിയ നിയമമെന്നും രണ്ടായി വേർതിരിക്കുന്ന രണ്ട് ഭാഗങ്ങളിലും ജീവിച്ചിരുന്ന വിശുദ്ധന്മാർക്ക് മരണത്തിനപ്പുറത്തെ ഉള്ള ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. മരണം കൊണ്ടെല്ലാം തീരുന്നില്ല എന്നും നിത്യമായ ഒരു ജീവിതം ഇതിനപ്പുറത്ത് ഉണ്ട് എന്നും ബൈബിൾ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. യേശു കർത്താവ് തൻ്റെ ഐഹിക ജീവകാലത്ത് വളരെ വ്യക്തമായിട്ട് അത് പറയുകയുണ്ടായി. പലസ്തീൻ്റെ ഒരു ഗ്രാമത്തിൽ ബഥാന്യയിൽ നിന്നുകൊണ്ട് യേശു ഇങ്ങനെ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അപ്പോൾ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വളരെ വ്യക്തമായി കർത്താവ് പറഞ്ഞിരുന്നുവെങ്കിലും ലോകത്തിനോ ശാസ്ത്രത്തിനോ അതൊന്നും അംഗീകരിച്ചു കൊടുക്കുവാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ചില ദിവസങ്ങൾക്ക് മുമ്പ് മനോരമയിൽ ഒരു വാർത്ത ഇങ്ങനെ വരികയുണ്ടായി. നമ്മളിൽ പലരും വായിച്ചിട്ടുണ്ട്. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് എന്ത് എന്നുള്ള ശാസ്ത്ര പഠനത്തിൻ്റെ കണ്ടെത്തലുകൾ മരണം കഴിഞ്ഞും കാണുവാനും കേൾക്കുവാനും കഴിയും എന്ന് ശാസ്ത്രലോകം ഇന്ന് സമ്മതിക്കുന്നു. ലാസറിൻ്റെയും ധനവാന്റെയും സംഭവം ഓർപ്പിച്ചിട്ട് അത് വളരെ വ്യക്തമായി യേശു കർത്താവ് തന്നെ ആ കാര്യം വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നു. ശാസ്ത്രത്തിന് അത് അംഗീകരിക്കുവാൻ ഏതാണ്ട് 2000 വർഷം കൂടി സമയം വേണ്ടി വന്നു. പ്രിയരെ, പഴയ നിയമ ഭക്തന്മാരെ നമ്മൾ നോക്കിയാൽ മിസ്രൈമിൽ ജീവിച്ചതിൽ ഏറ്റവും എല്ലാ നിലയിലും ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു ജോസഫ്. ജോസഫിന്റെ നിര്യാണ കാലം എടുത്തപ്പോൾ തന്റെ സഹോദരങ്ങളെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പ്രോമിസ് താൻ ചെയ്യിപ്പിച്ചു. ഞാനിവിടെ മരിച്ചാലും എൻ്റെ ഒരു അസ്ഥി പോലും ഈ മിസ്രൈമിന് വേണ്ടി നിങ്ങൾ കൊടുക്കരുത്. ഇസ്രായേലിന്, എൻ്റെ സഹോദരങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു പുറപ്പാടുണ്ട്. അന്ന് നിങ്ങൾ എൻ്റെ അസ്ഥി കൂടെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം. മിസ്രൈമിൽ നിന്ന് ഇസ്രായേലിനൊരു പുറപ്പാട് ഉണ്ട് എന്ന് ജോസഫ് വിശ്വസിച്ചതുപോലെ ചില കാലം കഴിഞ്ഞപ്പോൾ മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുമ്പോൾ മോശ അല്ലെങ്കിൽ താൻ നിയോഗം നൽകിയ ചില പ്രിയപ്പെട്ടവർ ചെയ്തൊരു കാര്യമുണ്ട്. ചില നാളുകളായി സൂക്ഷിച്ചു വച്ചിരുന്ന ജോസഫിന്റെ ശരീരം കൂടി മിസ്രൈമിൽ നിന്ന് കൊണ്ടുപോകുവാനിടയായി. പുതിയ നിയമ ഭക്തന്മാർ, ധന്യനായ പൗലോസ്ലീഹ വളരെ വ്യക്തമായി തന്റെ ലേഖനങ്ങൾ എനിക്ക് മുമ്പ് കർത്താവദാസനെ ഓർപ്പിക്കുകയുണ്ടായി. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ലേഖനങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട്. മരണം ഒരു യാഥാർത്ഥ്യമാണ്. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യർക്കായിട്ട് നിയമിച്ചിരിക്കുന്നു. സമയനിശ്ചയമല്ലെങ്കിലും ഈ മരണമെന്ന വാതിലൂടെ നാം എല്ലാവരും കടന്നു പോകണം എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. അവരവർ സ്വയം ഒരു ചോദ്യം ചോദിക്കുക. ഈ ശുശ്രൂഷ കഴിഞ്ഞ് ഒരുപക്ഷെ വീട്ടിലെത്തുന്നതിന് മുമ്പ് നമ്മുടെ ആരുടെയെങ്കിലും മരണം സംഭവിച്ചാൽ നമ്മുടെ നിത്യത എവിടെയായിരിക്കും? നിത്യത ക്രിസ്തുവിനോടുകൂടി ആയിരിക്കണമെങ്കിൽ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച് യേശുവിനെ രക്ഷകനായി അംഗീകരിച്ച്
കർത്താവ് പറഞ്ഞിരിക്കുന്ന ഉപദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ക്രിസ്തുവിൽ മരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ നല്ല പ്രത്യാശ ഓരോ ഹൃദയങ്ങളിലും ഭരിക്കപ്പെടുവാനായിട്ടിടയായി തീരുമാനാകട്ടെ. പ്രിയ മക്കൾക്ക്, കൊച്ചുമക്കൾക്ക്, പ്രിയ തമ്പിച്ചായൻ നഷ്ടമായി, പിതാവ് നഷ്ടമായി, വലിയപ്പൻ നഷ്ടമായി. എന്നാൽ ഞാനൊരു കാര്യം ഓർപ്പിക്കാം. സ്വർഗീയ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ നമ്മളെ പഠിപ്പിച്ചത് യേശു ക്രിസ്തുവാണ്. ലോകത്തിലുള്ളവരൊക്കെ നമ്മളെ വിട്ട് വാങ്ങിപ്പോകും. എന്നാൽ ഒരു സ്വർഗീയ പിതാവ് നമുക്ക് വേണ്ടി ഉയരത്തിലുണ്ട്. ഏതു സമയത്തും അടുത്തു വന്ന് ഒരു പിതാവിനോട് കാര്യം പറയുന്നത് പോലെ നമ്മുടെ ഹൃദയം തുറന്ന് പറയുവാനും നമ്മെ കേൾക്കുവാനും മനസ്സുള്ളൊരു കർത്താവ് നമുക്കായി ജീവിക്കുന്നു. ആ നല്ല കർത്താവ് എല്ലാ ഹൃദയങ്ങളെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം എല്ലാ ഹൃദയങ്ങളെയും സമാശ്വസിക്കുമാറാകട്ടെ. വേദനയിൽ, ദുഃഖത്തിൽ ഞങ്ങൾ കുടുംബമായി പങ്കുചേരുന്നു. എൻ്റെ ഭാര്യാഗ്രഹമായ പെരുന്നാളിലെ പാറയിൽ കുടുംബം, ആ ഭവനത്തിലുള്ള എല്ലാവരും ഇതിൽ പങ്കുചേരുന്നു. സർവശക്തനായ ദൈവം എല്ലാ ഹൃദയങ്ങളെയും സമാശ്വസിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയ തമ്പിച്ചാൻ്റെ ദേഹാവിയോഗത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ, എല്ലാ പ്രിയപ്പെട്ടവരെയും സർവശക്തനായ ദൈവം ആശ്വസിപ്പിക്കട്ടെ. താൻ രോഗശീലായി എന്നറിഞ്ഞ നാൾ മുതൽ തനിക്ക് വേണ്ടി വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാനും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ജോസ്കോയിൽ പോയി തന്നെ കാണുവാനും ഒക്കെ ദൈവം അവസരം തന്നു. ദൈവത്തിൻ്റെ സമയമായപ്പോൾ താൻ പ്രിയം വെച്ച കർത്തൃസന്നിധിയിൽ കർത്താവ് തന്നെ ചേർക്കുവാനിടയായി തീർന്നു. ദൈവത്തിൻ്റെ ദാസന്മാരിലൂടെ വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ദൈവത്തിൻ്റെ വചനങ്ങൾ, ആശ്വാസവാക്കുകൾ ആമയെ ശ്രവിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചു. മാനുഷ്യമായ വാക്കുകൾക്കൊന്നും നമ്മെ ആശ്വസിപ്പിക്കാൻ കഴിയാതിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഈ വാക്കുകൾ കൊണ്ട്, വചനം കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിക്കുവിൻ. സ്തോത്രം. ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന ദാനിയേലിനോട് പറയുന്നു, ദാനിയേലേ, നീ പോയി വിശ്രമിച്ചു കൊള്ളുക. കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരും. സ്തോത്രം. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ 3 അവസ്ഥകളാണ്: ജനനം, ജീവിതം, മരണം. മരണം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ അവസാനമാണെങ്കിലും ഒരു ദൈവത്തിനെ സംബന്ധിച്ച് അവസാനമല്ല, മറ്റൊരു ജീവിതത്തിൻ്റെ തുടക്കമാണ്, മറ്റൊരു ജീവിതത്തിൻ്റെ ആരംഭമാണ്. വെളിപ്പാട് പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന വൃതന്മാർ ഭാഗ്യവാന്മാർ, അതേ അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ വിശ്രമിക്കുക അത്രേ ചെയ്യുന്നത്. പ്രിയ തമ്പിച്ചാൻ കഴിഞ്ഞ 63 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ചു. ആമേ സ്തോത്രം. തനിക്കൊരു വിശ്രമം ദൈവം കൊടുപ്പാനിടയായി തീർന്നു. ആമേ സ്തോത്രം. താൻ ജീവിതത്തിൽ ആമേ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ കർത്താവിന് വേണ്ടി നിന്ന ആ നാളുകളിലെ അവസ്ഥകൾ തലമുറകളും ആമേ പിന്തുടർന്ന് കർത്താവിന് വേണ്ടി അധികമായി പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രിയ പെണ്ണമാമയുടെ ഭവനമായിരിക്കുന്ന ആമേ കോട്ടുപാറ ഭവനത്തിലെ പ്രിയ ബൈബിച്ചാൻ്റെ 2ാമത്തെ മരുമകനാണ് ഞാൻ. ആ ഭവനത്തിൽ ചെന്ന നാൾ മുതൽ ഈ ഭവനമായി അടുത്തറിയുവാനും പലപ്പോഴും ഇവിടെ കടന്നു വരുവാനും കൂട്ടായ്മകളൊക്കെ പങ്കെടുക്കുവാനും ദൈവാവസരം തന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഭവനത്തിൻ്റെയും വ്യക്തിപരമായി ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന പെന്തക്കോസ്റ്റൽ മാറാനാഥ ഗോസ്പൽ ചർച്ച് വാഴമുട്ടം സഭയുടെയും ഞങ്ങളുടെ തെക്കടത്ത് കുടുംബത്തിൻ്റെയും എല്ലാവിധ അനുശോചനങ്ങളും ആശ്വാസവാക്കുകളും അറിയിച്ചുകൊണ്ട് ദൈവസന്നിധിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അച്ഛായൻ്റെ മകൾ ബ്ലസ്സി, ഞാൻ നേരത്തെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന കുറ്റിക്കോണ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിലെ ഒരു സജീവ അംഗമായിരുന്നു. ആ കുടുംബത്തിൽ അവരെ സഹോദരങ്ങളായ 4 പേര് അവിടെ തന്നെയുണ്ട്. അവരെല്ലാവരും അവിടെ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിലെ അംഗങ്ങളായി
കർത്താവിനെ ആരാധിച്ചു വരുന്നു. അതിനോടുള്ള ബന്ധത്തിലാണ് ഇന്ന് പകൽക്കാലം ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. നേരത്തെ ശരീര സൗഖ്യമില്ല എന്ന് അറിയുവാൻ ഇവിടെയായിട്ടുണ്ട്. 2 കൊരിന്ത്യ ലേഖനം 5-ാം അധ്യായം പറയുവാണ്, കൂടാരമാവുന്ന ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യമായൊരു ഭവനം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട് എന്ന് അറിയുന്നു. ജനിച്ച സകല മനുഷ്യരും മരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം ഇങ്ങനെയാണ് വിളിച്ചു പറയുന്നത്, നിങ്ങൾ ഇതിങ്കൽ ആശ്ചര്യപ്പെടുന്നത് എന്ത്? മരിച്ചവരെല്ലാവരും ദൈവപുത്രന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുന്ന കാലം വരുന്നു. എബ്രായ ലേഖനം 9-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങളിൽ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുകയാൽ അതുകൊണ്ട് യേശുക്രിസ്തു അനേകരുടെ പാവങ്ങളെ ചുമപ്പാൻ ഒരിക്കലായി അർപ്പിക്കപ്പെട്ട് ഇനിയും ലോകത്തിലുള്ള സകല ജനത്തിനും വേണ്ടിയല്ല, അവനായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കുവാൻ അവൻ രണ്ടാമതും പ്രത്യക്ഷനാവും. യെശയ്യാ പ്രവചനം 66-ാം അധ്യായം ഇങ്ങനെയാണ് വിളിച്ചു പറയുന്നത്, അവർ ചെയ്ത് എന്നോട് അതിക്രമം ചെയ്തവരായ മനുഷ്യരെ നോക്കും. അവർ നിത്യദണ്ഡനത്തിൽ കിടന്ന് യാതന അനുഭവിക്കുന്നു. അവരുടെ പുഴു ചാകുന്നില്ല, അവരുടെ തീ കെടുന്നില്ല. അവർ സകല ജഡത്തിനും അറപ്പായിരിക്കും. ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുകയാണ്, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരു നാമം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം. യോബിന്റെ പുസ്തകം 14-ാം അധ്യായം വിളിച്ചു പറയുന്നു, സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസുള്ളവൻ, അവൻ കഷ്ടസമ്പൂർണൻ. മോശ പറയാണ്, ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നുപോയി ആശ്വസിക്കുകയും ചെയ്യും. ജനിച്ച സകല മനുഷ്യരും മരിക്കും. അതിനോടടുത്ത ബന്ധമുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും അഗാധമായ ദുഃഖം. ബന്ധത്തിന് അകലം വരുന്നതനുസരിച്ച് ദുഃഖത്തിനും അകലമുണ്ട്. അതാ മക്കൾക്ക്, അവരുടെ കൊച്ചുമക്കൾക്ക്, അവരുടെ മാതാവിന്, ഇവർക്കൊക്കെ അഗാധമായ ദുഃഖമുള്ളപ്പോൾ പ്രത്യാശ നൽകി, മരണത്തിലും പ്രത്യാശ നൽകുന്നത് കർത്താവിൻ്റെ കാഹളധ്വനിയെങ്കിൽ ജീവനുള്ള ദൈവത്തെ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ വിശ്വസിച്ച് ദൈവകൽപ്പന പ്രമാണിച്ച് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസാക്ഷിയിൽ ജീവിച്ച് ഭയഭക്തിയോടുകൂടെ ജീവിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ എടുക്കപ്പെടുന്നു വിശുദ്ധന്മാർ. തെസലോനിക്ക ലേഖൻ പറയുകയാണ്, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. അന്ന് മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായി വിശുദ്ധന്മാർ അവരോട് ഒരുമിച്ച് കർത്താവിനെ എതിരേക്കാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അതുകൊണ്ട് ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവവചനത്തിന്റെ ആശ്വാസം ഇങ്ങനെയാണ്, ഈ വചനങ്ങളെ കൊണ്ട് നിങ്ങൾ അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളും. അങ്ങനെയാണെങ്കിൽ 63 വർഷം ഭൂമിയിൽ ജീവിച്ച് അവരുടെ കുഞ്ഞുങ്ങൾക്ക്, പ്രിയപ്പെട്ടവർക്കൊക്കെ ആശ്വാസവും അനുഗ്രഹമായിരുത്തിരുന്ന പ്രിയ പിതാവ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായി. സകല ദുഃഖങ്ങളും അറിഞ്ഞ് ഹൃദയങ്ങൾക്ക് ആശ്വാസം തരുന്ന കർത്താവ് തിരുവചനം എഴുതിയിരിക്കുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. സ്വർഗത്തിലെ ദൈവം സകല സമാധാനവും ആശ്വാസവും അവിടുന്ന് പകരട്ടെ. എൻ്റെയും ഞാനിപ്പോൾ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നതായ പുനലൂർ സെൻട്രൽ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ചാച്ചിപ്പുന്ന ലോക്കൽ ചർച്ചിൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പേരിലുള്ള ദുഃഖവും അനുശോചനവും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. കർത്താവ് ഇവരെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. പ്രത്യാശയുടെ ഒരു പാട്ടിൽ വന്ദനം അറിയിക്കട്ടെ. ഈ കുടുംബവുമായിട്ടുള്ള എൻ്റെ ബന്ധം, എൻ്റെ ഭാര്യ പിതാവിൻ്റെ ജ്യേഷ്ഠനാണ് പ്രിയ തമ്പിച്ചായൻ. ആ വിധത്തിൽ 12 വർഷത്തോളമായി എനിക്ക് ഈ കുടുംബമായി ബന്ധമുണ്ട്. എൻ്റെ ഭാര്യ പിതാവിൽ നിന്ന് പിതാവിലൂടെ ഞാൻ ഈ കുടുംബത്തെ അറിയുന്നു. ഒരാഴ്ചയ്ക്ക് മുമ്പ് ആശുപത്രിയിൽ ഞങ്ങൾക്ക് പോയി കാണാൻ ഉള്ള അവസരം ലഭിച്ചതോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു.
ദുഃഖാർത്തരായ കുടുംബത്തെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. സർവാശ്വാസങ്ങളിലെ ദൈവം എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ. അവരുടെ ദുഃഖത്തിലും പ്രത്യാശയിലും പങ്കുചേരാൻ ദൈവം തന്ന ഈ അവസരത്തിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. ചില ആഴ്ചകൾക്ക് മുമ്പ് എറണാകുളത്ത് ഒരു ശവസംസ്കാര ശുശ്രൂഷയിൽ സംബന്ധിക്കുവാനായി കുറിച്ചുവെച്ച ഒരു വലിയ മനുഷ്യൻ്റെ വാക്കുകൾ ഞാൻ കടമെടുത്ത് നിങ്ങളോട് ഒന്ന് രണ്ട് ചിന്തകൾ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു വലിയ പ്രസംഗകനുണ്ടത്രേ. പുരാതന കാലം മുതൽ പഴയ സ്കൂളിലെ വലിയ ഒരു പ്രസംഗകൻ, വളരെ ധൈര്യത്തോടെ എവിടെയും കയറിച്ചെന്ന് പ്രസംഗിക്കുന്ന ഒരു പ്രസംഗകനാണത്രേ. ആ പ്രസംഗകന്റെ ശബ്ദം കേൾക്കാത്ത ഒരിടവുമില്ല. എല്ലായിടത്തും യാത്ര ചെയ്യുന്ന ഒരു പ്രസംഗകൻ, എല്ലാ ഭാഷയും സംസാരിക്കുന്ന ഒരു പ്രസംഗകൻ, എല്ലാ ജാതി മതസ്ഥരോടും സംസാരിക്കുന്ന ഒരു പ്രസംഗകൻ. ഈ പ്രസംഗകന്റെ ആഘാതമേൽക്കാത്ത ഒരു ഹൃദയവുമില്ലത്രേ. ഈ പ്രസംഗകൻ സകല പ്രതാപങ്ങളെയും ശല്യപ്പെടുത്തുന്ന ഒരു പ്രസംഗകനാണ്. എല്ലാ മനുഷ്യരുടെയും കണ്ണുകളിൽ വിലാപത്തുള്ളികൾ വരുത്തുന്ന ഒരു പ്രസംഗകനാണ്. ഈ പ്രസംഗകന്റെ പേരാണ് മരണം. ഒരു വലിയ മനുഷ്യൻ കുറിച്ചു വെച്ച വാക്കുകളാണിത്. സകലരോടും സംസാരിക്കുന്ന, എല്ലാ ഭാഷയും സംസാരിക്കുന്ന ഒരു പ്രസംഗകൻ. പക്ഷെ ഒരു നാൾ നമ്മളായിരിക്കും അവൻ്റെ പ്രസംഗ വിഷയമെന്ന് നമ്മൾ സാധാരണയായി മറന്നു പോകുന്നൊരു കാര്യമാണ്. നമ്മുടെ ശവമഞ്ചത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് മറ്റുള്ളവരോട് പ്രസംഗിക്കുന്ന ഒരു പ്രസംഗകൻ. എല്ലാ വർത്തമാന പത്രങ്ങളും അവൻ്റെ വാർത്ത അച്ചടിക്കും. ലോകം മുഴുവനും അവൻ്റെ പള്ളിയാണത്രേ. നമ്മുടെ ശവകുടീരങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ലോകത്തോട് സംസാരിക്കുന്ന ഒരു പ്രസംഗകൻ. മരണം ആ അർത്ഥത്തിൽ എല്ലാവർക്കും ഭീകരമായിരിക്കുന്നതിനൊരു കാരണം മരണത്തിൻ്റെ അപ്പുറത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള നിശ്ചയമില്ലായ്മയാണ്. ഒരു സ്ട്രീറ്റിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് എന്താണെന്നറിയാത്ത ഒരു ഇരുട്ടും അതിന് നിശ്ചയമില്ലായ്മയുമാണ് ആ ഭീകരത സൃഷ്ടിക്കുന്നതിൻ്റെ ആധാരം. മരണത്തിൻ്റെ അപ്പുറത്ത് ഒരു ജീവിതമുണ്ടോ എന്നത് എല്ലാ മനുഷ്യരും അറിഞ്ഞോ അറിയാതെയോ ചോദിക്കുന്നൊരു ചോദ്യമാണ്. മരണത്തിൻ്റെ അപ്പുറത്തൊരു ജീവിതമുണ്ടോ? മരണത്തെ ജയിച്ച ആരെങ്കിലുമുണ്ടോ? അങ്ങനെ ജയിച്ച ഒരുവനുണ്ടെങ്കിൽ എനിക്ക് മരണത്തെ ജയിക്കാൻ ഒരു സാധ്യതയുണ്ടോ? ഇതിനൊക്കെ ഉത്തരം വിശുദ്ധ വേദപുസ്തകം വളരെ സ്പഷ്ടമായി പറയുന്നു. എന്താണ് ആ ഉത്തരമെന്നറിയാമോ? മരണത്തെ ജയിച്ച ഒരുവനുണ്ട്. ലോക ചരിത്രത്തിൽ മരണത്തെ കീഴടക്കിയ ഒരുവനുണ്ട്. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളെവിടെ എന്ന് ഈ തിരുവെഴുത്ത് പറയുമ്പോൾ ഒരിക്കലും ആർക്കും കീഴടക്കാൻ പറ്റാത്ത ഒരു മഹാമല്ലനായി മരണം ലോകത്ത് മുഴുവനും വാഴുമ്പോൾ അതിൻ്റെ വിഷമുള്ളിനെ നശിപ്പിച്ച് മരണത്തെ മരിപ്പിക്കുന്ന അവസ്ഥ യഥാർത്ഥത്തിൽ ലോകത്ത് കൊണ്ടുവന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ പിടിച്ചിരിക്കുന്ന കർത്താവ്. ആ കർത്താവ് വചനത്തിലൂടെ അസന്നിഗ്ധമായി വളരെ സ്പഷ്ടമായി പറയുന്ന 4 യാഥാർത്ഥ്യങ്ങളിൽ 2 യാഥാർത്ഥ്യം അല്ലെങ്കിൽ 2-3 യാഥാർത്ഥ്യങ്ങൾ ഇവിടെ നിശ്ചയമായും പ്രസംഗിക്കുകയുണ്ടായി. ഞാനതൊന്ന് ക്രമമായി പറഞ്ഞ് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കാം. മനുഷ്യന് നിശ്ചയമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ് മരണം. ഒരിക്കൽ മരണം, അത് ദൈവം മനുഷ്യനെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നതാണ്. ഒരിക്കൽ മരണം. എന്നാൽ 2 മരണമുണ്ടെന്ന് വചനം പറയുന്നു. 2-ാം മരണം അത് ആത്മാവിൻ്റെ മരണമാണ്. ആ മരണത്തിൽ പങ്ക് വരാതിരിക്കട്ടെ. അപ്പോൾ മരണം നിശ്ചയമാണ്. ശാരീരിക മരണം നിശ്ചയമാണ്. എത്ര വലിയ രോഗസൗഖ്യം അനുഭവിച്ചാലും നമ്മൾ ഒരു ദിവസം മരിക്കും. ലാസറിൻ്റെ കല്ലറയ്ക്കൽ കർത്താവ് കരഞ്ഞു. മനുഷ്യൻ, വേദനിക്കുന്ന മനുഷ്യന്റെ ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പോകുകയാണെന്ന് അറിഞ്ഞിട്ടും കർത്താവ് എന്തുകൊണ്ടാണ് കരഞ്ഞതെന്നറിയാമോ? മനുഷ്യന്റെ ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. ഒരിക്കൽ മരണം
എത്ര സൗഖ്യം അനുഭവിച്ചാലും, എത്ര ആരോഗ്യമായിരുന്നാലും, എത്ര പ്രതാപത്തിൽ ജീവിച്ചാലും ഒരിക്കൽ മനുഷ്യൻ മരിക്കും. അത് മനുഷ്യന്റെ അപ്പോയിന്റ്മെന്റ് ആണ്. പിന്നെ രണ്ടാമത്തെ നിശ്ചയം ഈ പുസ്തകം പറയുന്നത് ന്യായവിധിയാണ്. ഒരു ജഡ്ജ്മെന്റ് ഉണ്ട്. ഭൂമിയിൽ കോടതി ഉള്ളതുപോലെ ഉലകത്തിന്റെ ന്യായാധിപതിയെ, പ്രപഞ്ചത്തിന്റെ ന്യായാധിപതിയെ ഒരിക്കൽ നമ്മൾ സന്ധിക്കണം. അത് നിശ്ചയമാണ്. ആ ന്യായാധിപന്റെ കോടതിയിൽ വെറുതെ വിട്ടയക്കപ്പെടാൻ, സുരക്ഷിതമായി ആ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഒരേ ഒരു വഴിയെ ഈ പുസ്തകം പറയുന്നുള്ളൂ. അതാണ് മൂന്നാമത്തെ നിശ്ചയം. ഒരിക്കലായി യേശു സകല മനുഷ്യർക്കും വേണ്ടി, ലോകത്തുള്ള സകല മനുഷ്യർക്കും വേണ്ടി ഒരിക്കലായി ഒരു മഹാബലി, ഒരു മഹായാഗം ഈ ലോകത്ത് നടന്നിട്ടുണ്ട്. അത് നിശ്ചയമായി ലോകത്ത് മുഴുവനും അന്നും ഇന്നും 2000 വർഷമായി പ്രസംഗിക്കപ്പെടുന്ന ഒരു സത്യമാണ്. അത് നിശ്ചയമാണ്. ആ മഹാബലിയിലൂടെ, ആ നിത്യമായ യാഗത്തിലൂടെ നമുക്ക് രക്ഷ പ്രാപിക്കാൻ, മരണത്തെ അതിജീവിക്കാൻ കഴിയുമെന്നത് അസന്നിഗ്ധമായി സകല മനുഷ്യരോടും ബൈബിൾ പറയുന്നൊരു സത്യമാണ്. അവസാനമായി പറയുന്നൊരു കാര്യം തൻ്റെ വരവാണ്. യേശുവിൻ്റെ രണ്ടാമത്തെ വരവ്, തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി. വീണ്ടും യേശു മടങ്ങി വരും. ഈ ലോകത്ത് സംഭവിക്കാനിരിക്കുന്ന ഏറ്റവും വലിയ സംഭവം പരിഷ്കാരങ്ങളുടെ അഭിവൃദ്ധിയല്ല. ഏറ്റവും വലിയ സംഭവം ലോകമഹായുദ്ധമല്ല, യേശുവിൻ്റെ വരവാണ്. തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി. ഓർക്കണം, ഈ ലോകത്ത് യേശു ചെയ്യുന്ന ഏറ്റവും വലിയ പ്രവൃത്തി തനിക്കായി കാത്തിരിക്കുന്ന ഒരു കൂട്ടം ഗണത്തെ വിളിക്കുകയാണ്. ദൈവം മനുഷ്യവർഗത്തെ വിളിക്കുക, ദാഹിക്കുന്ന ഏവനും വരട്ടെ, ഇച്ഛിക്കുന്നവന് ഞാൻ ജീവജലം സൗജന്യമായി കുടിക്കാൻ കൊടുക്കും. ദൈവം വിളിക്കുന്ന, ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള വാക്കതാണ് കം, വരിക, വരിക. ഇച്ഛിക്കുന്നവന് ഞാൻ ജീവജലം സൗജന്യമായി കുടിക്കാൻ കൊടുക്കും. വേദപുസ്തകത്തിന്റെ സന്ദേശത്തിന്റെ ആകത്തുക ഇതാണ്: മരണം മരിക്കുന്ന ഒരു നാൾ വരും. ഇപ്പോഴും മരണത്തിന് വിഷമുള്ളുണ്ട്. ഏത് മനുഷ്യനെയും അത് ഹേർട്ട് ചെയ്യും. അതിൻ്റെ വലയം ചേർന്ന് വരുന്തോറും അതിൻ്റെ ആഘാതം കൂടുകയാണ്. പക്ഷെ ഒരു നാൾ മരണം മരിക്കും. മരണവും യേശുവും തമ്മിൽ അഭിമുഖീകരിക്കാനുള്ള കാരണം, പാതാള ഗോപുരങ്ങളുടെ അകത്ത് തളച്ചിട്ടിരിക്കുന്ന, പാതാള ഗോപുരത്തിൻ്റെ അകത്ത് സൂക്ഷിച്ചിരിക്കുന്ന മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ ദുഷ്ടന്റെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങിക്കാനാ യേശു മരിച്ചത്. യേശു മരിച്ച് അതിൻ്റെ അപ്പുറത്ത് സൂക്ഷിച്ചിരിക്കുന്ന താക്കോൽ താൻ വീണ്ടെടുത്ത് തന്നിൽ വിശ്വസിക്കുന്നവരെ അനന്തമായ ഒരു സന്തോഷത്തിൽ ചേർക്കുവാൻ നിത്യസുവിശേഷത്താൽ സകല മനുഷ്യരെയും യേശു ക്ഷണിക്കുകയാണ്. ഈ ശവമഞ്ചത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ലോകത്തോട് സംസാരിക്കുന്ന ദൂത്: നിങ്ങൾക്കും രക്ഷ പ്രാപിക്കാം, നിങ്ങൾക്കും പ്രത്യാശയുള്ള നല്ല നാളുകൾ ലോകത്ത് വിടരും. അനന്തമായൊരു സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും വിശ്രമത്തിലേക്കും ദൈവം നമ്മെ ഏവരെയും ക്ഷണിക്കുകയാണ്. ഈ വചനങ്ങൾ നമ്മെ ആശ്വസിപ്പിക്കട്ടെ. നല്ല വചനങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, നന്ദി അറിയിക്കുന്നു. പാസ്റ്റർ CM ചെറിയാൻ. ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ശബ്ദം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അതേ വന്ദനം അറിയിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരി പെണ്ണമ്മ, മക്കൾ ബെന്നി, ബ്ലസ്സി, അവരുടെ കുടുംബാംഗങ്ങൾ, പ്രിയ തമ്പിയുടെ സഹോദരൻ ജോസ്, അങ്ങനെ എല്ലാവരെയും ഓർത്ത് അവർക്ക് ആശ്വാസം ഞാൻ പറയുകയാണ്. അനുശോചനം ഉച്ചസ്ഥിരമായി പറയുന്നതിന് എനിക്ക് സന്തോഷമില്ല. പക്ഷേ ആശ്വാസം ഞാൻ പറയുന്നു, അനുമോദനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പങ്കിടുന്നു. ദൈവമായ കർത്താവ് ഏവരെയും ആശ്വസിപ്പിക്കട്ടെ. പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഒരു വാക്ക് വിട്ടുപോയി. പ്രിയ അലക്സ്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെയും കർത്താവ് ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യട്ടെ എന്നോർക്കുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപാട് വികാരങ്ങൾ, ഒരുപാട് ചിന്തകൾ അലയടിച്ചു വരുന്നുണ്ട്. പക്ഷെ സമയത്തിൻ്റെ പരിധി, നിങ്ങളുടെ ശ്രദ്ധ ഇതൊക്കെ കണക്കിലെടുത്ത് വളരെ ക്രോഡീകരിച്ച് ചില കാര്യങ്ങൾ പറയുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവദാസന്മാർ വളരെ ശക്തമായി ജീവനെയും ജീവന് അപ്പുറത്തുള്ള നിത്യജീവനെയും കുറിച്ച് സംസാരിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടു. ഒരു കാര്യം ഞാൻ വ്യക്തമായി ഓർപ്പിക്കുന്നു. തിരുവചനം, വേദപുസ്തകം പറയുന്നത് പോലെ ഒരു ദിവസം
ആര് തന്നെ ആയിരുന്നാലും മരണം വഴിയായി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടേ മതിയാകുകയുള്ളൂ. അങ്ങനെ മാറ്റപ്പെടുമ്പോൾ നന്മ ചെയ്തവർ നിത്യജീവനായും തിന്മ ചെയ്തവർ നിത്യ ശിക്ഷാവിധിക്കായുമുണ്ട് അത്രേ മാറ്റപ്പെടുന്നത്. നന്മ ചെയ്തവർക്ക് നിത്യജീവനുണ്ട്, ദൈവത്തിലുള്ള സമാധാനമുണ്ട്, സ്വർഗീയ ആശ്വാസം, സ്വർഗീയ അനുഭവങ്ങളുമുണ്ട്. പക്ഷെ തിന്മ ചെയ്യുന്നവരോ അവർ ശിക്ഷാവിധിക്ക് മുന്നിൽ നിൽക്കേണ്ടി വരും. ഇന്നലെ രാത്രിയിൽ ഞാൻ ഈ ഭവനത്തിൽ അനുശോചനത്തിൻ്റെ വാക്കുകൾ പ്രസംഗിക്കുകയുണ്ടായി. അവിടെ ഞാൻ എടുത്തു പറഞ്ഞൊരു കാര്യം ഇതാണ്: നിശ്ചയമായും നിത്യതയെക്കുറിച്ചുള്ള ഉറപ്പ് നിത്യരക്ഷയിലൂടെ നമുക്ക് പ്രാപിച്ചിരിക്കണം, അല്ലെങ്കിൽ നാം വളരെ ഡേഞ്ചറസ് സോണിലാണ്. കർത്താവ് അതിനായിട്ട് നിങ്ങളെ ഒരുക്കട്ടെ. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ആരെങ്കിലും ഇന്ന് പകൽക്കാലം നിങ്ങളുടെ നിത്യതയെക്കുറിച്ച് ഉറപ്പില്ലാത്തവരായി ഞങ്ങളെ ശ്രദ്ധിക്കുന്നെങ്കിൽ, ആരു തന്നെ ആയിരുന്നാലും ഏത് നിലവാരത്തിലുള്ളതായിരുന്നാലും ഞങ്ങളത് വിളിച്ചു പറയുന്നു, നിങ്ങളുടെ ജീവിതം അപകടഗണിയിലാണ്. ഏത് നിമിഷം മരണം സമീപിക്കും നമുക്ക് അറിഞ്ഞുകൂടല്ലോ. ആ മരണം സമീപിക്കുമ്പോൾ പിന്നീടുള്ള കാര്യം ഞാൻ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനിയും പ്രിയ തമ്പിയോടുള്ള ബന്ധത്തിൽ, മണ്ണിൽ കുടുംബത്തോടുള്ള ബന്ധത്തിൽ എനിക്ക് ആഴമായ പരിചയവും ബന്ധങ്ങളും കടപ്പാടുകളും ഉണ്ട്. ഞാൻ എൻ്റെ 12ാമത്തെ വയസ്സിൽ അയിരൂറിൻ്റെ പ്രദേശത്തു നിന്ന് ഞങ്ങൾ നിങ്ങളിപ്പോൾ അറിയുന്ന കനാൻഗിരി എന്ന് പറയുന്ന വീട്ടിലുള്ളവരെല്ലാം അയിരൂരിൽ നിന്ന് ഇവിടെ വന്നവരാണ്. എന്താണ് എൻ്റെ 12ാമത്തെ വയസ്സിലാണ് ഞാനിവിടെ വരുന്നത്. അതിനുശേഷം ഇവിടെ വന്നതിന് ശേഷം ഇവിടെയുള്ള ആളുകളുമായിട്ടൊക്കെ പരിചയപ്പെട്ടതിൽ എനിക്ക് വളരെ അടുത്ത പരിചയപ്പെടാൻ കഴിഞ്ഞതും എന്നെ വളരെ സ്നേഹിക്കുന്നതായ ഒരു കുടുംബമാണ് മണ്ണിൽ കുടുംബം. ഇന്നലെ രാത്രി പാസ്റ്റർ ടി എ ജോർജ് പറഞ്ഞതുപോലെ കുറേ ചരിത്രങ്ങൾ എൻ്റെ മനസ്സിലൂടെ ഓർമ്മ വരുന്നുണ്ട്. അത് പറഞ്ഞു നിൽക്കാൻ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നിങ്ങളുടെ ശ്രദ്ധയും എനിക്ക് ശ്രദ്ധിക്കണം. അതുകൊണ്ട് അധിക സമയം പോരാ. മണ്ണിൽ കുടുംബത്തിൽ പ്രിയ കുട്ടിച്ചായൻ, അദ്ദേഹത്തിൻ്റെ മക്കൾ പാപ്പിച്ചായൻ, നിങ്ങൾ വളരെ ശ്രദ്ധേയരായി ശ്രദ്ധിക്കുന്ന പാസ്റ്റർ എം വി ജോർജ്, പാസ്റ്റർ എം വി എബ്രഹാം, എം വി ജോൺ, ഇവരൊക്കെ ആയിട്ട് എനിക്ക് വളരെ അടുത്ത സൗഹൃദമായ ബന്ധമുണ്ട്. പാസ്റ്റർ എം വി ജോൺ എൻ്റെ ക്ലാസ്മേറ്റാണ്. എന്നോട് ആദ്യമായി ദൈവാലോചന ആത്മാവിൽ അറിയിച്ചത് പാസ്റ്റർ എം വി ജോണാണ്. ആ രാക്ഷസൻ പാറയുടെ മുകളിൽ ഒരു രാത്രി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് എന്നെക്കുറിച്ച് കൊടുത്ത അരുളപ്പാട് എന്നോട് പറയുകയുണ്ടായി. ആ അരുളപ്പാടുകൾ ദൈവം അതുപോലെ നിവർത്തിച്ചെടുത്തതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുക. പ്രിയ തമ്പിയുടെ പിതാവ് ശമൂലിച്ചായൻ, ഞാൻ ഓർക്കുന്നു, ഞാൻ ഒരു മർത്തോമ വിശ്വാസിയായി മർത്തോമയിലെ ഒരു പ്രസംഗകനായി നിൽക്കുന്ന കാലത്ത് വിശ്വാസത്തിൽ ഒരു പെന്തക്കോസ്ത് അനുഭവത്തിൽ, എന്ന് വെച്ചാൽ പെന്തക്കോസ്ത് വിശ്വാസത്തെ അംഗീകരിക്കുന്നു പക്ഷെ അനുസരിച്ചിട്ടില്ല എന്നുള്ള അളവിൽ എൻ്റെ വീട്ടിലൊരു കോട്ടേജ് മീറ്റിംഗ് ക്രമീകരിച്ചു. ആ കോട്ടേജ് മീറ്റിങ്ങിൽ പ്രിയ ശമൂലിച്ചാനാണ് പ്രസംഗിച്ചത്. ഇന്നും ഞാൻ ഓർക്കുന്നു, അന്ന് എൻ്റെ ആ പ്രായത്തിലുള്ളവർ ചിലർ ഓർക്കുന്നുണ്ടാവും, ഞാൻ ആദ്യമായി ഹൃദയം തുറന്ന് ഹല്ലേലൂയ എന്നുള്ള സ്തോത്രം ഉച്ചരിച്ചതന്ന. അത്ര ശക്തനായ ഒരു വചന പ്രഭാഷകനായിരുന്നു ശമൂലിച്ചാൻ. പ്രിയ തമ്പിയെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പൂർണ്ണമായിട്ടൊന്നും അറിയത്തില്ല, എനിക്കും പൂർണ്ണമായിട്ട് അറിഞ്ഞുകൂടെ. എങ്കിലും അദ്ദേഹത്തിൻ്റെ ബാല്യകാലം മുതൽ അദ്ദേഹത്തിൻ്റെ ജീവിതചര്യകളെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം തലയുടെ വലിപ്പമോ സ്ഥാനത്തിൻ്റെ പുകഴ്ചയോ കുടുംബത്തിൻ്റെ മഹിമയോ ഒന്നും വിഷയമല്ല. ഒരു വ്യക്തി എൻ്റെ കൈ കിട്ടിയാൽ യേശു ക്രിസ്തുവിനെ കൊടുക്കുവാൻ എനിക്ക് മടിയില്ല. അത് കാരണത്താൽ ഈ പ്രിയ തമ്പിയുടെ ജീവിതവുമായിട്ട് അനേക സന്ദർഭങ്ങളിൽ കൗൺസിൽ ചെയ്യുവാൻ, ഒരു മടങ്ങി വരവിന് വേണ്ടി ആഗ്രഹിക്കുന്ന വിധത്തിൽ ഞാൻ അദ്ദേഹത്തോടെ ശാന്തമായി സുവിശേഷം പറഞ്ഞിട്ടുണ്ട്. അധികം കേട്ടിട്ടനുസരിക്കുന്ന ആളല്ല, ശക്തമായി പ്രതികരിക്കുന്ന ആളാണ്. ഞാൻ ഓർക്കുന്നു, ഞാൻ ചർച്ചകോടി ചർച്ചിൽ പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ ബൈബിളും ഡയറിയും പെന്നും കൊണ്ട് പറയുന്ന ഓരോ വാക്കും കുറിച്ച് വെച്ചിട്ട് പിന്നീട് എന്നെ ചോദ്യം ചെയ്യുമായിരുന്നു. ഞാൻ പറയട്ടെ, ഒരാഗ്രഹം വളരെയധികം ഉണ്ടായിരുന്നു, ഒരു മടങ്ങി വരവ് ദൈവം ഒരുക്കണമെന്ന്. ഇന്നലെ രാത്രിയിൽ ഞാൻ പറഞ്ഞതുപോലെ, പാസ്റ്റർ ടി എ ജോർജ് അവர்கள் പറഞ്ഞതുപോലെ, പ്രിയ തമ്പിയുടെ ജീവിതത്തിൽ ദൈവം അതിനൊരവസരം കൊടുത്തു. രക്ഷയുടെ കവാടം തൻ്റെ മുന്നിൽ തുറക്കപ്പെട്ടു.
നിത്യതയ്ക്ക് വേണ്ടി ദൈവം തന്നെ ചേർത്തിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നന്ദിയോടെ സ്തോത്രം പറയുകയാണ്. ഞാനൊരു 2 മാസക്കാലം ഈ ദേശത്തില്ലായിരുന്നു. ഞങ്ങൾ പോകുന്നതിൻ്റെ അടുത്ത ഞായറാഴ്ച തമ്പി വർഷങ്ങൾക്ക് ശേഷം സഭായോഗത്തിന് വന്നു. ശാന്തമായിരുന്നു കൊണ്ട് ദൈവത്തിന് മഹത്വം അർപ്പിച്ചു. ഒരു 5 മിനിറ്റ് എടുത്ത് സാക്ഷ്യം പറഞ്ഞു. ആയുസ് ശേഷിക്കുന്നുവെങ്കിൽ ഇനിയും കർത്താവിനായി ജീവിക്കാമെന്ന് പറഞ്ഞു. ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നു. അവിടുന്ന് എല്ലാ സഭായോഗങ്ങൾക്കും കടന്നു വരും, എല്ലാ കോട്ടേജ് മീറ്റിങ്ങുകൾക്കും കടന്നു പോകും. രാത്രി പകലുന്നില്ല. ആവേശത്തോടെ തന്നെ നഷ്ടപ്പെട്ട കാലത്തെ താൻ തിരിച്ചു പിടിക്കുവാൻ ആഗ്രഹമുള്ളവനായിരുന്നു. താൻ രോഗിയായി തീർന്നു എന്നറിഞ്ഞപ്പോൾ ഞാൻ കേവലം ചക്ഷസുകൾ പറയുകയല്ല, കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ അന്യദേശത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സന്ദർഭങ്ങൾ മാറി, കാര്യങ്ങൾ വ്യത്യാസപ്പെട്ടു. ഞാൻ ഭവനത്തിൽ വന്നു. വേഗം ഈ വീട്ടിൽ വന്ന് പ്രിയ തമ്പിയെ കണ്ടു. വളരെ സന്തോഷത്തോടെ എന്നോട് സംസാരിച്ചു. ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോയി. വീണ്ടും ഒരു സമയം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ മങ്ങിത്തുടങ്ങി, വേദനപ്പെടാൻ തുടങ്ങി. എനിക്കറിയാം, ഞാൻ ആശ്വാസം പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ധൈര്യത്തിന് വേണ്ടി പറയട്ടെ, ഈ പ്രിയ കുടുംബം, പ്രിയ ബെന്നി, പ്രിയ ബ്ലസ്സി, പ്രിയ പെണ്ണമ്മ, അവർ ഈ ജീവിതത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ ഈ ഭൂമിയിലുണ്ടെങ്കിൽ അത് നന്നായി ചെയ്തു. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞതുപോലെ എന്നെ ഇടയിൽ വെച്ച് കണ്ടിട്ട് പ്രിയ പെണ്ണമ്മ എന്നെ കണ്ടിട്ട് പറയാം, അച്ഛാ, ഒരു പ്രാവശ്യം ദൈവസഭയിൽ വന്ന് ഒന്ന് വാക്ക് ഉച്ചരിച്ചിരുന്നെങ്കിൽ മതിയായിരുന്നു എന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറയും. ജീവിതം മടുത്ത സാഹചര്യത്തിൽ ദൈവസന്നിധിയിൽ കേണ് പ്രാർത്ഥിച്ച പ്രിയ പെണ്ണമ്മയുടെ കണ്ണുനീര് ദൈവം മാനിച്ചില്ലേ? പ്രിയ ബെന്നിയുടെ അനുഭവങ്ങളെ ദൈവം മാനിച്ചില്ലേ? പ്രിയ ബ്ലെസ്സിയെ ദൈവം മാനിച്ചില്ലേ? അതേ, ഞാൻ തീർത്തു പറയട്ടെ, അതിനെങ്കിൽ ചർച്ചക്കോടിനെ ദൈവം മാനിച്ചു. കർത്താവിൻ്റെ പുണ്യനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ധൈര്യത്തോടെ നിങ്ങൾക്ക് ആശ്വസിക്കാം. ഞാൻ ഇങ്ങനെ ഓർപ്പിക്കട്ടെ, കണ്ണുനീര് വരുമെങ്കിലും കരയേണ്ട ആവശ്യമില്ല. സന്തോഷത്തോടെ പ്രിയപ്പെട്ടവനൊരു നല്ല യാത്ര കൊടുക്കാം. ഒരു രാജകീയ യാത്ര കൊടുത്ത് നമുക്ക് ബൈ പറഞ്ഞു വിടാം. വീണ്ടും കാണാം. നിത്യത സുരക്ഷിതമാണ്, നിത്യ ഉറപ്പാണ്. പ്രിയമുള്ളവരെ, ഇന്ന് പകൽ ഞാൻ ഇത് ശക്തമായി പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു, എന്താ ഞങ്ങൾ മരണക്കിടക്കേണ്ട അടുത്ത് ഇങ്ങനെ പറയുന്നതെന്ന്. ഞങ്ങളുടെ ഉറപ്പുണ്ട്. എന്താണെന്നറിയാമോ? ഒരു പക്ഷെങ്കിൽ ഈ മൈക്രോഫോണിലൂടെ എൻ്റെ ശബ്ദം വിടുവെച്ച് അവസാനിച്ചാൽ എനിക്ക് ഉറപ്പുണ്ട്. ആ ഉറപ്പുള്ളവർ എന്നോട് ചേർന്ന് ഒരു സ്തോത്രം പറഞ്ഞോണം. ഹല്ലേലൂയ. എന്താണെന്ന് എൻ്റെ ഉറപ്പെന്നറിയാമോ? കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരായി ഉയർത്തി നിൽക്കും, ജീവനോടെ ശേഷിക്കുന്ന ഞങ്ങൾ രൂപാന്തരപ്പെടും. ഉറപ്പുള്ളവർ കരമുയർത്തിയൊരു സ്തോത്രം പറഞ്ഞാട്ടെ. പ്രിയ തമ്പിക്ക് ഞങ്ങൾ മംഗളമായൊരു വിട പറയുന്നു. കുടുംബങ്ങൾക്ക് വ്യക്തിപരമായി ഞങ്ങളുടെ ആശ്വാസം പറയുന്നു. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെ ഒപ്പം തന്നെ അതിനെങ്കിൽ ചർച്ച കൂടിന് വേണ്ടിയും ഞാൻ ആശ്വാസം പറയുന്നു. സമയാനുസരിച്ച് വിളിച്ച കർത്താവിൻ്റെ ദാസന് നന്ദി. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. അതിരിങ്കൽ മർത്തോമ ചർച്ചിലെ അച്ഛൻ റവറൻ പ്രിജേഷ് പി മാത്യു നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. അദ്ദേഹം ചില വാക്കുകൾ ആശ്വാസമായി അറിയിക്കും. അതിനുശേഷം കൊയർ ഒരു പ്രത്യാശയുടെ ഗാനം പാടും. പ്രിയ അച്ഛനെ ഞാൻ ക്ഷണിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട തമ്പിച്ചായൻ്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന പ്രിയ കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ, മരണം മൂലം വേർപെട്ടു പോയിരിക്കുന്ന ഈ പ്രിയ പിതാവിൻ്റെ ജീവിതത്തെ ഓർത്ത് നമുക്ക് നന്ദിയോടുകൂടി ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ദൈവം കൊടുത്ത അനുഗ്രഹിക്കപ്പെട്ട ആയുസ് കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റവും വിശ്വസ്തയോടെ ജീവിപ്പാൻ ദൈവം സഹായിച്ചു. കർത്താവ് വിളിച്ച നാളിൽ കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് വിളിച്ച് അടുപ്പിച്ചിരിക്കുന്നു. സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുന്നത് പോലെ, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്നുള്ള കർത്താവിൻ്റെ ഇമ്പശബ്ദം കേട്ട് കർത്താവിൻ്റെ സ്വർഗീയമായ തിരുസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടുവെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. ഇവിടെ മുൻപ് പറഞ്ഞ കാര്യങ്ങൾ പോലെ തന്നെ അനുഗ്രഹകരമായൊരു ജീവിതം നയിച്ച് എല്ലാവർക്കും സ്നേഹവും നന്മയും ഒക്കെ ചൊരിഞ്ഞതോർത്ത്, ഈ പ്രദേശത്ത് അനുഗ്രഹിക്കപ്പെട്ട മാതൃകയുള്ള ഒരു ജീവിതം നയിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കാം, നമുക്ക് സ്തോത്രം ചെയ്യാം. മരണം നമ്മെ ആരെയും പിരിച്ചു വിടുന്നില്ല. വീണ്ടും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഒരു ജീവിതമുണ്ട് എന്നുള്ള വലിയ പ്രത്യാശയിൽ സന്തോഷവും സമാധാനവും കണ്ടെത്തുവാൻ ഈ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിരിങ്കൽ ശാലയം മാർത്തോമ ഇടവകയിലെ അംഗങ്ങൾ, സമീപത്തും
ഈ പ്രദേശത്തുമൊക്കെ താമസിക്കുന്ന എല്ലാവരിൽ നിന്നും ഈ ഭവനത്തെപ്പറ്റി കേൾക്കുവാനും മനസ്സിലാക്കുവാനും സാധിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട തമ്പിച്ചാനോടൊത്ത് ജീവിച്ച് പ്രവർത്തിച്ച ഞങ്ങളുടെ ഇടവകയിലുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ഉണ്ടായ ദുഃഖത്തിൽ ഇടവകയായിട്ട് പങ്കുചേരുകയും അതിരിങ്കൽ ശാലയ മാർത്തോമ ഇടവകയുടെ പേരിലുള്ള എല്ലാ അനുശോചനവും അറിയിക്കുകയും ചെയ്യുന്നു. സർവശക്തനായിട്ടുള്ള ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പരമപിതാവേ, അവിടുന്ന് ലോകത്തിൽ ദാനമായി നൽകുന്ന ഞങ്ങളുടെ ചെറിയ ജീവിതത്തിനായി സ്തോത്രം. കർത്താവേ, ദൈവമേ, നീ ഞങ്ങളെ മണ്ണിൽ നിന്ന് നിർമ്മിച്ചു, അവിടുത്തെ ജീവശ്വാസം ഞങ്ങളിലേക്ക് ഊതിയതോർത്ത് സ്തോത്രം. കർത്താവേ, നിന്റെ ശബ്ദം കേൾക്കുമ്പോൾ വീണ്ടും ഞങ്ങൾ മണ്ണിലേക്ക് തിരികെ ചേരുന്നു. എന്നാൽ കർത്താവേ, ഞങ്ങളുടെ ആത്മാക്കൾക്ക് കർത്താവിനോടൊത്ത് അവിടുത്തെ തിരുസന്നിധിയിൽ വീണ്ടും ഒരു ജീവിതം ഉള്ളതോർത്ത് സ്തോത്രം. അതിലാശ്വാസവും സമാധാനവും കണ്ടെത്തുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവമോടുന്ന് സഹായിക്കണമേ. പ്രത്യേകാൽ ഈ കുടുംബാംഗങ്ങളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രിയദാസൻ്റെ ശാരീരികമായിട്ടുള്ള വേർപാട് ദുഃഖവും പ്രയാസവും ഉണ്ടാക്കുന്നു. എന്നാൽ കർത്താവിൻ്റെ സാന്നിധ്യവും ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ സാന്നിധ്യം നിൻ്റെ മക്കളുടെ ഹൃദയങ്ങളോട് കൂടെ ഇരിക്കുകയും കർത്താവെ, കണ്ണിൽ നിന്ന് കണ്ണുനീരിനെയും ഹൃദയത്തിൽ നിന്ന് അതിവേദനയും നീക്കിക്കളയുകയും ചെയ്യണമേ. ഏറ്റവും അനുഗ്രഹിക്കത്തക്ക തരത്തിലൊരു യാത്രയപ്പ് നൽകുവാൻ ദൈവമോടൊന്ന് സഹായിക്കണമേ. ഇന്നത്തെ ശവസംസ്കാര ശുശ്രൂഷയിലെല്ലാം ദൈവികമായ സാന്നിധ്യവും കൃപയും കൂടെ ഇരിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. കുറേ പ്രത്യാശയുടെ ഗാനം ഇപ്പോൾ പാടുന്നു. സ്തുതിക്കും വീടേ ദൈവ മക്കൾക്കുള്ള ആശ്രയമേ. സ്തുതിക്കും വീടേ ദൈവ മക്കൾക്കുള്ള ആശ്രയമേ. പരിലസിക്കും സ്വർണ്ണത്തേരുവീതിയിൽ അതികുതുകാൽ എന്നു ഞാൻ ചേർന്നിടുമോ. വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേം. വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേം. എന്നു ഞാൻ ചേർന്നിടുമോ. പരസുധനെ എന്നു ഞാൻ ചേർന്നിടുമോ. പരസുധനെ എന്നു ഞാൻ ചേർന്നിടുമോ. പരസുധനെ എന്നു ഞാൻ ചേർന്നിടുമോ. നാടേ ദൈവ ഭക്തരിൻ വിശ്രമമേ. കഷ്ടതയില്ല നാടേ ദൈവ ഭക്തരിൻ വിശ്രമമേ. പുകൾ പെരുകും പുത്തനേറുശലമേ. തിരുമാർവിൽ എന്നു ഞാൻ ചാരിടുമോ. വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ. വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ. എന്നു ഞാൻ ചേർന്നിടുമോ. പരസുധനെ എന്നു ഞാൻ ചേർന്നിടുമോ. പരസുധനെ എന്നു ഞാൻ ചേർന്നിടുമോ. പരസുധനെ എന്നു ഞാൻ ചേർന്നിടുമോ. പ്രിയ പെണ്ണമ്മാമയുടെ ഭവനവുമായി വളരെ അഭേദ്യമായ ബന്ധമുള്ള പ്രാർത്ഥനാ സഹാരിയായിരിക്കുന്ന പ്രിയ ജോർജായൻ ശാരീരികമായി വളരെ ബലഹീനനാണ്.
ഒരു മിനിറ്റ് അദ്ദേഹം സംസാരിക്കും. ഇന്നു നിൻ പ്രാണനെ താൻ വിളിക്കുകിലെന്തു ചൊല്ലാൻ കഴിയും? വന്നു കൊള്ളാമൊരിക്കൽ എന്നുരപ്പാൻ ആവതുണ്ടോ സഹജായി വിധം നാം ഒരിക്കൽ ഈകം വിട്ടു യാത്ര ചെയ്യേണ്ടി വന്നാൽ പൂവിലെന്തുണ്ടു മർത്യ നിനക്കെന്തു കൊണ്ടുപോകാൻ കഴിയും? കൂട്ടിനു വന്നിടുവാൻ തനമാന ബന്ധുമിത്രാദികൾക്കോ കൂട്ടുകാർക്കോ എഴുതോ സകലവും മായയെന്നോർമ്മയുണ്ടോ? എങ്ങു പോകും മരിച്ചാൽ ഇക്ഷണം നീ ഒന്നു ചിന്തിച്ചിടുമോ? എങ്ങു പോകും മരിച്ചാൽ നിനക്കുണ്ടോ സ്വർഗമതിലൊരിടം? ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. രാവിലെ ഈ വാർത്ത അറിയുകയും അപ്പോൾ തന്നെ വയ്യാതെ ഇരുന്ന് ഞാൻ പുറപ്പെടുകയും ചെയ്യുകയാണ് ചെയ്തത്. എന്നാലും യാത്രയിൽ ഒരു പ്രയാസവും കൂടാതെ ദൈവം ഇവിടം എത്തിക്കുന്നതിനിടയായി. ഏതാണ്ട് 45 വർഷത്തിന് മുമ്പ് തൊട്ട് ഈ പ്രദേശത്ത് വന്ന് സൗമേലച്ചാന് സാറ് എല്ലാവരും ഇവിടെ ഉണ്ട്, എല്ലാവരും കൂടെ കൂടി ഇവിടെ ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കുകയും പ്രാർത്ഥനയിലും പ്രവർത്തനത്തിലും മുന്നോട്ട് പോയ അവസ്ഥയിലാണ് പ്രിയ തമ്പിയുടെ കോട്ടുപാറയിൽ നിന്നുള്ള വിവാഹം നടന്നത്. എന്നാൽ തൻ്റെ വിഷയത്തെക്കുറിച്ച് ഞാൻ നാളുകളായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ഇന്ന് പകൽക്കാലം കടന്നു വന്നപ്പോൾ ആ പ്രാർത്ഥനയുടെ പരിഹാരം ദൈവം വരുത്തിയെന്നുള്ള ഒരു സന്ദേശം കേട്ടതിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. എന്നാൽ ഹല്ലേലൂയ, ഏത് മനുഷ്യനും, തമ്പിയെക്കുറിച്ചല്ല പറയുന്ന, കേൾക്കുന്നവർക്ക് വേണ്ടിയാണ് പറയുന്നത്. ഏത് മനുഷ്യനും ഉയർച്ചു നിന്നാലും ഒരു ശ്വാസം അത്രേ നാം മനുഷ്യൻ വൻപ് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ അങ്ങനെയല്ല. നാം ദൈവത്തിൻ്റെ സണിയിൽ കടന്നു വന്ന് വചനമൊന്നും നമുക്ക് പറയേണ്ട കാര്യമില്ല. വചനം മുഴുവൻ ഇവിടെ പറഞ്ഞ് തീർന്നിരിക്കുകയാണ്. എന്നാൽ ദാനിയേലിനെ പോലെ നാം ദൈവത്തിന് സ്ഥലമായിത്തീരുന്നുവെങ്കിൽ ദാനിയേലിനോട് ദൈവം ഇങ്ങനെ പറഞ്ഞു, നീ പോയി വിശ്രമിച്ചിട്ട് കാലാവസാനത്തിൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. അങ്ങനെ എഴുന്നേറ്റ് വരുവാൻ തക്കണം. ഇത് കേട്ടുകൊണ്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇതൊരു ചോദ്യചിഹ്നമായി നിന്നുകൊണ്ട് അന്ത്യത്തോളം മരണം സമയം വരെയും മുന്നേറുവാനും അതിൻ്റെ ശേഷം തൻ്റെ ഓഹരി ലഭിപ്പാനും തക്കവണ്ണം നമുക്കെല്ലാവർക്കും ഇടയിരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെ ഇന്ന് പകൽക്കാലം എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ബൗണ്ടറി വളച്ചേരിക്കര ബൗണ്ടറി ചർച്ചക്കോട് സഭയുടെയും അനുശോചനത്തെ രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ഈ വാക്കുകളെ നിർത്തിക്കൊള്ളുന്നു. ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ശബ്ദം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അതേ വന്ദനം അറിയിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരി പെണ്ണമ്മ, മക്കൾ ബെന്നി, ബ്ലസ്സി, അവരുടെ കുടുംബാംഗങ്ങൾ, പ്രിയ തമ്പിയുടെ സഹോദരൻ ജോസ്, അങ്ങനെ എല്ലാവരെയും ഓർത്ത് അവർക്ക് ആശ്വാസം ഞാൻ പറയുകയാണ്. അനുശോചനം ഉച്ചസ്ഥിരമായി പറയുന്നതിന് എനിക്ക് സന്തോഷമില്ല. പക്ഷേ ആശ്വാസം ഞാൻ പറയുന്നു, അനുമോദനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പങ്കിടുന്നു. ദൈവമായ കർത്താവ് ഏവരെയും ആശ്വസിപ്പിക്കട്ടെ. പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഒരു വാക്ക് വിട്ടുപോയി. പ്രിയ അലക്സ്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെയും കർത്താവ് ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യട്ടെ എന്നോർക്കുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപാട് വികാരങ്ങൾ, ഒരുപാട് ചിന്തകൾ അലയടിച്ചു വരുന്നുണ്ട്. പക്ഷെ സമയത്തിൻ്റെ പരിധി, നിങ്ങളുടെ ശ്രദ്ധ ഇതൊക്കെ കണക്കിലെടുത്ത് വളരെ ക്രോഡീകരിച്ച് ചില കാര്യങ്ങൾ പറയുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവദാസന്മാർ വളരെ ശക്തമായി
ജീവനെയും ജീവന് അപ്പുറത്തുള്ള നിത്യജീവനെയും കുറിച്ച് സംസാരിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടു. ഒരു കാര്യം ഞാൻ വ്യക്തമായി ഓർപ്പിക്കുന്നു. തിരുവചനം വേദപുസ്തകം പറയുന്നത് പോലെ ഒരു ദിവസം ആര് തന്നെ ആയിരുന്നാലും മരണം വഴിയായി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടേ മതിയാകുള്ളൂ. അങ്ങനെ മാറ്റപ്പെടുമ്പോൾ നന്മ ചെയ്തവർ നിത്യജീവനായും തിന്മ ചെയ്തവർ നിത്യശിക്ഷാവിധിക്കായും കൊണ്ട് അത്രേ മാറ്റപ്പെടുന്നത്. നന്മ ചെയ്തവർക്ക് നിത്യജീവനുണ്ട്, ദൈവത്തിലുള്ള സമാധാനമുണ്ട്, സ്വർഗീയ ആശ്വാസം, സ്വർഗീയ അനുഭവങ്ങളുമുണ്ട്. പക്ഷെ തിന്മ ചെയ്യുന്നവരോ അവർ ശിക്ഷാവിധിക്ക് മുന്നിൽ നിൽക്കേണ്ടി വരും. ഇന്നലെ രാത്രിയിൽ ഞാൻ ഈ ഭവനത്തിൽ അനുശോചനത്തിൻ്റെ വാക്കുകൾ പ്രസംഗിക്കുണ്ടായി. അവിടെ ഞാൻ എടുത്തു പറഞ്ഞ ഒരു കാര്യം ഇതാണ്: നിശ്ചയമായും നിത്യതയെക്കുറിച്ചുള്ള ഉറപ്പ് നിത്യരക്ഷയിലൂടെ നമുക്ക് പ്രാപിച്ചിരിക്കണം, അല്ലെങ്കിൽ നാം വളരെ ഡേഞ്ചറസ് സോണിലാണ്. കർത്താവ് അതിനായിട്ട് നിങ്ങളെ ഒരുക്കട്ടെ. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ആരെങ്കിലും ഇന്ന് പകൽക്കാലം നിങ്ങളുടെ നിത്യതയെക്കുറിച്ച് ഉറപ്പില്ലാത്തവരായി ഞങ്ങളെ ശ്രദ്ധിക്കുന്നെങ്കിൽ, ആരു തന്നെ ആയിരുന്നാലും ഏത് നിലവാരത്തിലുള്ളതായിരുന്നാലും ഞങ്ങളത് വിളിച്ചു പറയുന്നു, നിങ്ങളുടെ ജീവിതം അപകടഗണിയിലാണ്. ഏത് നിമിഷം മരണം സമീപിക്കും നമുക്ക് അറിഞ്ഞുകൂടല്ലോ. ആ മരണം സമീപിക്കുമ്പോൾ പിന്നീടുള്ള കാര്യം ഞാൻ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനിയും പ്രിയ തമ്പിയോടുള്ള ബന്ധത്തിൽ, മണ്ണിൽ കുടുംബത്തോടുള്ള ബന്ധത്തിൽ എനിക്ക് ആഴമായ പരിചയവും ബന്ധങ്ങളും കടപ്പാടുകളും ഉണ്ട്. ഞാൻ എൻ്റെ 12ാമത്തെ വയസ്സിൽ അയിരൂറിൻ്റെ പ്രദേശത്തു നിന്ന് ഞങ്ങൾ നിങ്ങളിപ്പോൾ അറിയുന്ന കനാൻഗിരി എന്ന് പറയുന്ന വീട്ടിലുള്ളവരെല്ലാം അയിരൂരിൽ നിന്ന് ഇവിടെ വന്നവരാണ്. എന്നിട്ട് എൻ്റെ 12ാമത്തെ വയസ്സിലാണ് ഞാനിവിടെ വരുന്നത്. അതിനുശേഷം ഇവിടെ വന്നതിന് ശേഷം ഇവിടെയുള്ള ആളുകളുമായിട്ടൊക്കെ പരിചയപ്പെട്ടതിൽ എനിക്ക് വളരെ അടുത്ത പരിചയപ്പെടാൻ കഴിഞ്ഞതും എന്നെ വളരെ സ്നേഹിക്കുന്നതായ ഒരു കുടുംബമാണ് മണ്ണിൽ കുടുംബം. ഇന്നലെ രാത്രി പാസ്റ്റർ ടി എ ജോർജ് പറഞ്ഞതുപോലെ കുറേ ചരിത്രങ്ങൾ എൻ്റെ മനസ്സിലൂടെ ഓർമ്മ വരുന്നുണ്ട്. അത് പറഞ്ഞു നിൽക്കാൻ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നിങ്ങളുടെ ശ്രദ്ധയും എനിക്ക് ശ്രദ്ധിക്കണം. അതുകൊണ്ട് അധിക സമയം പോരാ. മണ്ണിൽ കുടുംബത്തിൽ പ്രിയ കുട്ടിച്ചായൻ, അദ്ദേഹത്തിൻ്റെ മക്കൾ പാപ്പിച്ചായൻ, നിങ്ങൾ വളരെ ശ്രദ്ധേയരായി ശ്രദ്ധിക്കുന്ന പാസ്റ്റർ എം വി ജോർജ്, പാസ്റ്റർ എം വി എബ്രഹാം, എം വി ജോൺ, ഇവരൊക്കെ ആയിട്ട് എനിക്ക് വളരെ അടുത്ത സൗഹൃദമായ ബന്ധമുണ്ട്. പാസ്റ്റർ എം വി ജോൺ എൻ്റെ ക്ലാസ്മേറ്റാണ്. എന്നോട് ആദ്യമായി ദൈവാലോചന ആത്മാവിൽ അറിയിച്ചത് പാസ്റ്റർ എം വി ജോണാണ്. ആ രാക്ഷസംപാറയുടെ മുകളിൽ ഒരു രാത്രി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് എന്നെക്കുറിച്ച് കൊടുത്ത അരുളപ്പാടിനോട് പറയുകയുണ്ടായി. ആ അരുളപ്പാടുകൾ ദൈവം അതുപോലെ നിവർത്തിച്ചെടുത്തതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുക. പ്രിയ തമ്പിയുടെ പിതാവ് ശമുലി ചായൻ, ഞാൻ ഓർക്കുന്നു, ഞാൻ ഒരു മർത്തോമ വിശ്വാസിയായി മർത്തോമയിലെ ഒരു പ്രസംഗകനായി നിൽക്കുന്ന കാലത്ത് വിശ്വാസത്തിൽ ഒരു പ്രോ പെന്തക്കോസ്ത് അനുഭവത്തിൽ, എന്ന് വെച്ചാൽ പെന്തക്കോസ്ത് വിശ്വാസത്തെ അംഗീകരിക്കുന്നു പക്ഷെ അനുസരിച്ചിട്ടില്ല എന്നുള്ള അളവിൽ എൻ്റെ വീട്ടിലൊരു കോട്ടേജ് മീറ്റിംഗ് ക്രമീകരിച്ചു. ആ കോട്ടേജ് മീറ്റിങ്ങിൽ പ്രിയ ശമുലിച്ചാനാണ് പ്രസംഗിച്ചത്. ഇന്നും ഞാൻ ഓർക്കുന്നു, അന്ന് എൻ്റെ ആ പ്രായത്തിലുള്ളവർ ചിലർ ഓർക്കുന്നുണ്ടാവും, ഞാൻ ആദ്യമായി ഹൃദയം തുറന്ന് ഹല്ലേലൂയ എന്നുള്ള സ്തോത്രം ഉച്ചരിച്ചത് അന്ന്. അത്ര ശക്തനായ ഒരു വചന പ്രഭാഷകനായിരുന്നു ശമുലിച്ചാൻ. പ്രിയ തമ്പിയെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പൂർണ്ണമായിട്ടൊന്നും അറിയത്തില്ല, എനിക്കും പൂർണ്ണമായിട്ട് അറിഞ്ഞുകൂടെ. എങ്കിലും അദ്ദേഹത്തിൻ്റെ ബാല്യകാലം മുതൽ അദ്ദേഹത്തിൻ്റെ ജീവിതചര്യകളെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം തലയുടെ വലിപ്പമോ സ്ഥാനത്തിൻ്റെ പുകഴ്ചയോ കുടുംബത്തിൻ്റെ മഹിമയോ ഒന്നും വിഷയമല്ല. ഒരു വ്യക്തി എൻ്റെ കൈ കിട്ടിയാൽ യേശു ക്രിസ്തുവിനെ കൊടുക്കുവാൻ എനിക്ക് മടിയില്ല. അത് കാരണത്താൽ ഈ പ്രിയ തമ്പിയുടെ ജീവിതവുമായിട്ട് അനേക സന്ദർഭങ്ങളിൽ കൗൺസിൽ ചെയ്യുവാൻ, ഒരു മടങ്ങിവരവിന് വേണ്ടി ആഗ്രഹിക്കുന്ന വിധത്തിൽ ഞാൻ അദ്ദേഹത്തോടെ ശാന്തമായി സുവിശേഷം പറഞ്ഞിട്ടുണ്ട്. അധികം കേട്ടിട്ട് അനുസരിക്കുന്ന ആളല്ല, ശക്തമായി പ്രതികരിക്കുന്ന ആളാണ്. ഞാൻ ഓർക്കുന്നു, ഞാൻ ചർച്ചിൽ പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ ബൈബിളും ഡയറിയും പെന്നും കൊണ്ട് പറയുന്ന ഓരോ വാക്കും കുറിച്ച് വെച്ചിട്ട് പിന്നീട് എന്നെ ചോദ്യം ചെയ്യുമായിരുന്നു. ഞാൻ പറയട്ടെ, ഒരാഗ്രഹം വളരെയധികം ഉണ്ടായിരുന്നു, ഒരു മടങ്ങി വരവ് ദൈവം ഒരുക്കണമെന്ന്.
ഇന്നലെ രാത്രിയിൽ ഞാൻ പറഞ്ഞതുപോലെ പാസ്റ്റർ ടി എ ജോർജ് അവർ പറഞ്ഞതുപോലെ പ്രിയ തമ്പിയുടെ ജീവിതത്തിൽ ദൈവം അതിനൊരവസരം കൊടുത്തു. രക്ഷയുടെ കവാടം തൻ്റെ മുന്നിൽ തുറക്കപ്പെട്ടു. നിത്യതയ്ക്ക് വേണ്ടി ദൈവം തന്നെ ചേർത്തിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നന്ദിയോടെ സ്തോത്രം പറയുകയാണ്. ഞാനൊരു 2 മാസക്കാലം ഈ ദേശത്തില്ലായിരുന്നു. ഞങ്ങൾ പോകുന്നതിൻ്റെ അടുത്ത ഞായറാഴ്ച തമ്പി വർഷങ്ങൾക്ക് ശേഷം സഭായോഗത്തിന് വന്നു. ശാന്തമായിരുന്നു കൊണ്ട് ദൈവത്തിന് മഹത്വം അർപ്പിച്ചു. ഒരു 5 മിനിറ്റ് എടുത്ത് സാക്ഷ്യം പറഞ്ഞു. ആയുസ് ശേഷിക്കുന്നുവെങ്കിൽ ഇനിയും കർത്താവിനായി ജീവിക്കാമെന്ന് പറഞ്ഞു. ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നു. അവിടുന്ന് എല്ലാ സഭായോഗങ്ങൾക്കും കടന്നു വരും, എല്ലാ കോട്ടേജ് മീറ്റിങ്ങുകൾക്കും കടന്നു പോയി. രാത്രി പകലുന്നില്ല. ആവേശത്തോടെ തൻ്റെ നഷ്ടപ്പെട്ട കാലത്തെ താൻ തിരിച്ചു പിടിക്കുവാൻ ആഗ്രഹമുള്ളവനായിരുന്നു. താൻ രോഗിയായി തീർന്നു എന്നറിഞ്ഞപ്പോൾ ഞാൻ കേവലം ചക്ഷസുകൾ പറയുകയല്ല, കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ അന്യദേശത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സന്ദർഭങ്ങൾ മാറി, കാര്യങ്ങൾ വ്യത്യാസപ്പെട്ടു. ഞാൻ ഭവനത്തിൽ വന്നു. വേഗം ഈ വീട്ടിൽ വന്ന് പ്രിയ തമ്പിയെ കണ്ടു. വളരെ സന്തോഷത്തോടെ എന്നോട് സംസാരിച്ചു. ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോയി. വീണ്ടും ഒരു സമയം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ മങ്ങിത്തുടങ്ങി, വേദനപ്പെടാൻ തുടങ്ങി. എനിക്കറിയാം. ഞാൻ ആശ്വാസം പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ധൈര്യത്തിന് വേണ്ടി പറയട്ടെ, ഈ പ്രിയ കുടുംബം, പ്രിയ ബെന്നി, പ്രിയ ബ്ലസ്സി, പ്രിയ പെണ്ണമ്മ, അവർ ഈ ജീവിതത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ ഈ ഭൂമിയിലുണ്ടെങ്കിൽ അത് നന്നായി ചെയ്തു. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞതുപോലെ എന്നെ ഇടയിൽ വെച്ച് കണ്ടിട്ട് പ്രിയ പെണ്ണമ്മ എന്നെ കണ്ടിട്ട് പറയാം, അച്ഛാ ഒരു പ്രാവശ്യം ദൈവസഭയിൽ വന്ന് ഒന്ന് വാക്ക് ഉച്ചരിച്ചിരുന്നെങ്കിൽ മതിയായിരുന്നു എന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറയും. ജീവിതം മടുത്ത സാഹചര്യത്തിൽ ദൈവസന്നിധിയിൽ കേണ് പ്രാർത്ഥിച്ച പ്രിയ പെണ്ണമ്മയുടെ കണ്ണുനീര് ദൈവം മാനിച്ചില്ലേ? പ്രിയ ബെന്നിയുടെ അനുഭവങ്ങളിൽ ദൈവം മാനിച്ചില്ലേ? പ്രിയ ബ്ലെസ്സിയെ ദൈവം മാനിച്ചില്ലേ? അതേ, ഞാൻ തീർത്ത് പറയട്ടെ, അതിനെങ്കിൽ ചർച്ചക്കോടിനെ ദൈവം മാനിച്ചു. കർത്താവിൻ്റെ പുണ്യനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ധൈര്യത്തോടെ നിങ്ങൾക്ക് ആശ്വസിക്കാം. ഞാൻ ഇങ്ങനെ ഓർപ്പിക്കട്ടെ, കണ്ണുനീര് വരുമെങ്കിലും കരയേണ്ട ആവശ്യമില്ല. സന്തോഷത്തോടെ പ്രിയപ്പെട്ടവനൊരു നല്ല യാത്ര കൊടുക്കാം. ഒരു രാജകീയ യാത്ര കൊടുത്ത് നമുക്ക് ബൈ പറഞ്ഞു വിടാം. വീണ്ടും കാണാം. നിത്യത സുരക്ഷിതമാണ്, നിത്യ ഉറപ്പാണ്. പ്രിയമുള്ളവരെ, ഇന്ന് പകൽ ഞാൻ ഇത് ശക്തമായി പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു എന്താ ഞങ്ങൾ മരണക്കിടക്കേണ്ട അടുത്ത് ഇങ്ങനെ പറയുന്നതെന്ന്. ഞങ്ങളുടെ ഉറപ്പുണ്ട്. എന്താണെന്നറിയാമോ? ഒരു പക്ഷെങ്കിൽ ഈ മൈക്രോഫോണിലൂടെ എൻ്റെ ശബ്ദം വിടുവെച്ച് അവസാനിച്ചാൽ എനിക്ക് ഉറപ്പുണ്ട്. ആ ഉറപ്പുള്ളവർ എന്നോട് ചേർന്നൊരു സ്തോത്രം പറഞ്ഞോണം. ഹല്ലേലൂയ. എന്താണെന്ന് എൻ്റെ ഉറപ്പെന്നറിയാമോ? കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരായി ഉയർത്തി നിൽക്കും, ജീവനോടെ ശേഷിക്കുന്ന ഞങ്ങൾ രൂപാന്തരപ്പെടും. ഉറപ്പുള്ളവർ കരമുയർത്തിയൊരു സ്തോത്രം പറഞ്ഞാട്ടെ. പ്രിയ തമ്പിക്ക് ഞങ്ങൾ മംഗളമായൊരു വിട പറയുന്നു. കുടുംബങ്ങൾക്ക് വ്യക്തിപരമായി ഞങ്ങളുടെ ആശ്വാസം പറയുന്നു. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെ ഒപ്പം തന്നെ അതിനെങ്കിൽ ചർച്ചക്കൂടിന് വേണ്ടിയും ഞാൻ ആശ്വാസം പറയുന്നു. സമയാനുസരിച്ച് വിളിച്ച കർത്താവിൻ്റെ ദാസന് നന്ദി. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. അതിരിങ്കൽ മർത്തോമ ചർച്ചിലെ അച്ഛൻ റവറൻ പ്രിജേഷ് പി മാത്യു നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. അദ്ദേഹം ചില വാക്കുകൾ ആശ്വാസമായി അറിയിക്കും. അതിനുശേഷം കൊയർ ഒരു പ്രത്യാശയുടെ ഗാനം പാടും. പ്രിയ അച്ഛനെ ഞാൻ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട തമ്പിച്ചായൻ്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന പ്രിയ കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ, മരണം മൂലം വേർപെട്ടു പോയിരിക്കുന്ന ഈ പ്രിയ പിതാവിൻ്റെ ജീവിതത്തെ ഓർത്ത് നമുക്ക് നന്ദിയോടുകൂടി ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ദൈവം കൊടുത്ത അനുഗ്രഹിക്കപ്പെട്ട ആയുസ് കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റവും വിശ്വസ്തയോടെ ജീവിപ്പാൻ ദൈവം സഹായിച്ചു. കർത്താവ് വിളിച്ച നാളിൽ കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് വിളിച്ച് അടുപ്പിച്ചിരിക്കുന്നു. സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുന്നത് പോലെ മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്നുള്ള കർത്താവിൻ്റെ ഇമ്പശബ്ദം കേട്ട് കർത്താവിൻ്റെ സ്വർഗീയമായ തിരുസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടുവെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. ഇവിടെ മുൻപ് പറഞ്ഞ കാര്യങ്ങൾ പോലെ തന്നെ അനുഗ്രഹകരമായൊരു ജീവിതം നയിച്ച് എല്ലാവർക്കും സ്നേഹവും നന്മയും ഒക്കെ ചൊരിഞ്ഞതോർത്ത്, ഈ പ്രദേശത്ത് അനുഗ്രഹിക്കപ്പെട്ട മാതൃകയുള്ള ഒരു ജീവിതം നയിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കാം, നമുക്ക് സ്തോത്രം ചെയ്യാം. മരണം നമ്മെ ആരെയും പിരിച്ചു വിടുന്നില്ല.
വീണ്ടും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഒരു ജീവിതമുണ്ട് എന്നുള്ള വലിയ പ്രത്യാശയിൽ സന്തോഷവും സമാധാനവും കണ്ടെത്തുവാൻ ഈ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിരിങ്കൽ ശാലയം മാർത്തോമ ഇടവകയിലെ അംഗങ്ങൾ, സമീപത്തും ഈ പ്രദേശത്തുമൊക്കെ താമസിക്കുന്ന എല്ലാവരിൽ നിന്നും ഈ ഭവനത്തെപ്പറ്റി കേൾക്കുവാനും മനസ്സിലാക്കുവാനും സാധിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട തമ്പിച്ചാനോടൊത്ത് ജീവിച്ച് പ്രവർത്തിച്ച ഞങ്ങളുടെ ഇടവകയിലുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ഉണ്ടായ ദുഃഖത്തിൽ ഇടവകയായിട്ട് പങ്കുചേരുകയും അതിരിങ്കൽ ശാലയം മാർത്തോമ ഇടവകയുടെ പേരിലുള്ള എല്ലാ അനുശോചനവും അറിയിക്കുകയും ചെയ്യുന്നു. സർവശക്തനായിട്ടുള്ള ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പരമപിതാവേ, അവിടുന്ന് ലോകത്തിൽ ദാനമായി നൽകുന്ന ഞങ്ങളുടെ ചെറിയ ജീവിതത്തിനായി സ്തോത്രം കർത്താവേ. ദൈവമേ, നീ ഞങ്ങളെ മണ്ണിൽ നിന്ന് നിർമ്മിച്ചു, അവിടുത്തെ ജീവശ്വാസം ഞങ്ങളിലേക്ക് ഊതിയതോർത്ത സ്തോത്രം കർത്താവേ. നിന്റെ അയിമ്പ ശബ്ദം കേൾക്കുമ്പോൾ വീണ്ടും ഞങ്ങൾ മണ്ണിലേക്ക് തിരികെ ചേരുന്നു. എന്നാൽ കർത്താവെ, ഞങ്ങളുടെ ആത്മാക്കൾക്ക് കർത്താവിനോടൊത്ത് അവിടുത്തെ തിരുസന്നിധിയിൽ വീണ്ടും ഒരു ജീവിതം ഉള്ളതോർത്ത് സ്തോത്രം. അതിലാശ്വാസവും സമാധാനവും കണ്ടെത്തുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അവിടുന്ന് സഹായിക്കണമേ. പ്രത്യേകാൽ ഈ കുടുംബാംഗങ്ങളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രിയദാസൻ്റെ ശാരീരികമായിട്ടുള്ള വേർപാട് ദുഃഖവും പ്രയാസവും ഉണ്ടാക്കുന്നു. എന്നാൽ കർത്താവിൻ്റെ സാന്നിധ്യവും ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ സാന്നിധ്യം നിന്റെ മക്കളുടെ ഹൃദയങ്ങളോടുകൂടെ ഇരിക്കുകയും കർത്താവെ, കണ്ണിൽ നിന്ന് കണ്ണുനീരിനെയും ഹൃദയത്തിൽ നിന്ന് അതിവേദനയും നീക്കിക്കളയുകയും ചെയ്യണമേ. ഏറ്റവും അനുഗ്രഹിക്കത്തക്ക തരത്തിലൊരു യാത്രയപ്പ് നൽകുവാൻ ദൈവമോടൊന്ന് സഹായിക്കണമേ. ഇന്നത്തെ ശവസംസ്കാര ശുശ്രൂഷയിലെല്ലാം ദൈവികമായ സാന്നിധ്യവും കൃപയും കൂടെ ഇരിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. കുറേ പ്രത്യാശയുടെ ഗാനം ഇപ്പോൾ പാടുന്നു. സ്തുതിക്കും വീടേ, ദൈവ മക്കൾക്കുള്ള ആശ്രയമേ. സ്തുതിക്കും വീടേ, ദൈവ മക്കൾക്കുള്ള ആശ്രയമേ. പരിലസിക്കും സ്വർണ്ണത്തേരുവീതിയിൽ അതികുതുകാൽ എന്നോ ഞാൻ ചേർന്നിടുമോ. വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേം, വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേം. എന്നോ ഞാൻ ചേർന്നിടുമോ പരസുധനെ, എന്നോ ഞാൻ ചേർന്നിടുമോ പരസുധനെ, എന്നോ ഞാൻ ചേർന്നിടുമോ പരസുധനെ, എന്നോ ഞാൻ ചേർന്നിടുമോ. നാടേ ദൈവ ഭക്തരിൻ വിശ്രമമേ. കഷ്ടതയില്ല നാടേ, ദൈവ ഭക്തരിൻ വിശ്രമമേ. പുകൾ പെരുകും പുത്തനേറുശലമേ, തിരുമാർവിൽ എന്നോ ഞാൻ ചാരിടുമോ. വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ, വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ. എന്നോ ഞാൻ ചേർന്നിടുമോ പരസുധനെ, എന്നോ ഞാൻ ചേർന്നിടുമോ പരസുധനെ, എന്നോ ഞാൻ ചേർന്നിടുമോ പരസുധനെ, എന്നോ ഞാൻ
ചേർന്നിടുമോ? പ്രൈസ് ദി ലോർഡ്. പ്രിയ പെണ്ണമ്മയുടെ ഭവനവുമായി വളരെ അഭേദ്യമായ ബന്ധമുള്ള പ്രാർത്ഥനാ സഹാരിയായിരിക്കുന്ന പ്രിയ ജോർജായൻ ശാരീരികമായി വളരെ ബലഹീനനാണ്. ഒരു മിനിറ്റ് അദ്ദേഹം സംസാരിക്കും. ഇന്ന് നിൻ പ്രാണനെ താൻ വിളിക്കുകിലെന്തു ചൊല്ലാൻ കഴിയും? വന്നു കൊള്ളാമൊരിക്കൽ എന്നുരപ്പാൻ ആവതുണ്ടോ സഹജായി വിധം നാം ഒരിക്കൽ ഈകം വിട്ടു യാത്ര ചെയ്യേണ്ടി വന്നാൽ പൂവിലെന്തുണ്ടു മർത്യ നിനക്കെന്തു കൊണ്ടുപോകാൻ കഴിയും? കൂട്ടിനു വന്നിടുവാൻ തനമന ബന്ധുമിത്രാദികൾക്കോ കൂട്ടുകാർക്കോ എഴുതോ സകലവും മായ എന്നോർമ്മയുണ്ടോ? എങ്ങു പോകും മരിച്ചാൽ ഇക്ഷണം നീ ഒന്നു ചിന്തിച്ചിടുമോ? എങ്ങു പോകും മരിച്ചാൽ നിനക്കുണ്ടോ സ്വർഗമതിലൊരിടം? ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. രാവിലെ ഈ വാർത്ത അറിയുകയും അപ്പോൾ തന്നെ വയ്യാതെ ഇരുന്ന് ഞാൻ പുറപ്പെടുകയും ചെയ്യുകയാണ് ചെയ്തത്. എന്നാലും യാത്രയിൽ ഒരു പ്രയാസവും കൂടാതെ ദൈവം ഇടവും എത്തിക്കുന്നതിനിടയായി. ഏതാണ്ട് 45 വർഷത്തിന് മുമ്പ് തൊട്ട് ഈ പ്രദേശത്ത് വന്ന് സൗമേലച്ചാന് സാറ് എല്ലാവരും ഇവിടെ ഉണ്ട്, എല്ലാവരും കൂടി ഇവിടെ ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കുകയും പ്രാർത്ഥനയിലും പ്രവർത്തനത്തിലും മുന്നോട്ട് പോയ അവസ്ഥയിലാണ് പ്രിയ തമ്പിയുടെ കോട്ടുപാറയിൽ നിന്നുള്ള വിവാഹം നടന്നത്. എന്നാൽ തൻ്റെ വിഷയത്തെക്കുറിച്ച് ഞാൻ നാളുകളായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ഇന്ന് പകൽക്കാലം കടന്നു വന്നപ്പോൾ ആ പ്രാർത്ഥനയുടെ പരിഹാരം ദൈവം വരുത്തിയെന്നുള്ള ഒരു സന്ദേശം കേട്ടതിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. എന്നാൽ ഹല്ലേലൂയ, ഏത് മനുഷ്യനും, തമ്പിയെക്കുറിച്ചല്ല പറയുന്ന, കേൾക്കുന്നവർക്ക് വേണ്ടിയാണ് പറയുന്നത്. ഏത് മനുഷ്യനും ഉയർച്ചു നിന്നാലും ഒരു ശ്വാസം അത്രേ നാം മനുഷ്യൻ വൻപ് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ അങ്ങനെ അല്ല. നാം ദൈവത്തിൻ്റെ സണിയിൽ കടന്നു വന്ന് വചനമൊന്നും നമുക്ക് പറയേണ്ട കാര്യമില്ല. വചനം മുഴുവൻ ഇവിടെ പറഞ്ഞു തീർന്നിരിക്കുകയാണ്. എന്നാൽ ദാനിയേലിനെ പോലെ നാം ദൈവത്തിന് സ്ഥലമായിത്തീരുന്നുവെങ്കിൽ ദാനിയേലിനോട് ദൈവം ഇങ്ങനെ പറഞ്ഞു, നീ പോയി വിശ്രമിച്ചിട്ട് കാലാവസാനത്തിൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. അങ്ങനെ എഴുന്നേറ്റ് വരുവാൻ തക്കവണ്ണം ഇത് കേട്ടുകൊണ്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇതൊരു ചോദ്യചിഹ്നമായി നിന്നുകൊണ്ട് അന്ത്യത്തോളം മരണം സമയം വരെയും മുന്നേറുവാനും അതിൻ്റെ ശേഷം തൻ്റെ ഓഹരി ലഭിപ്പാനും തക്കവണ്ണം നമുക്കെല്ലാവർക്കും ഇടയിരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെ ഇന്ന് പകൽക്കാലം എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ബൗണ്ടറി ഒളച്ചേരിക്കര ബൗണ്ടറി ചർച്ചക്കോട് സഭയുടെയും അനുശോചനത്തെ രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ഈ വാക്കുകളെ നടത്തിക്കൊള്ളുന്നു. തമ്പിയുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന ആ കുടുംബാംഗങ്ങളോട് ഞങ്ങളോടൊത്ത് ഈ സങ്കടവേളയിൽ സംബന്ധിക്കുവാൻ എത്തിയിരിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. നമ്മുടെ ജനിച്ചാൽ മരിക്കും, അതിനുവേണ്ടി തയ്യാറാകേണ്ടതിനെക്കുറിച്ചുള്ള ധാരാളം വചനങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഞാൻ തമ്പിയുടെ അമ്മാച്ചൻ. എനിക്ക് ചെറുപ്പകാലം മുതൽ തന്നെ തങ്കക്കൊച്ചുമ്പയും അലയും അവര് ബുദ്ധിമുട്ടിലായിരുന്ന സമയത്ത് പുല്ലാട്ടിൽ നിന്നും നടന്ന് ബുദ്ധിമുട്ടിപ്പോവുകയും സൽക്കാരങ്ങളൊക്കെ സ്വീകരിച്ചൊക്കെയും കഴിച്ചിരിക്കുന്ന കാലം നിലവർക്കുകയാണ്. അതുപോലെ തന്നെ അവിടുന്ന് കോന്നിയിൽ വന്നു, ഇവിടെ അതിരിങ്കൽ വന്നു.
അതിനുകൾ വന്ന ശേഷം അന്നത്തെ യാത്രാ സൗകര്യങ്ങളിലുള്ള പരിമിതി കൊണ്ട് പത്തനംതിട്ട കഴിഞ്ഞ് എലിയിറക്കിലിറങ്ങി അവിടുന്ന് നടന്ന് മുറിഞ്ഞയിൽ നിന്ന് നടന്ന് ഇവിടെ വന്ന് ആതിഥ്യം സ്വീകരിച്ചൊക്കെ പോയിട്ടുള്ളത് ഞാനിപ്പോൾ ഓർക്കുകയാണ്. എനിക്ക് പ്രായം ശകലമായിട്ടുണ്ട്. പക്ഷേ തങ്കോച്ചമ്മയും അളിയനെയും ഓർക്കുമ്പോൾ എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് ശരിയായിട്ട് ഓർക്കുന്നില്ല, അറിയുന്നില്ല. അവരുടെ മക്കൾ കുഞ്ഞുഞ്ഞും ജോയിയും എല്ലാവരുമൊക്കെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഇപ്പോൾ തമ്പിയും നമ്മുടെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കുകയാണ്. ദൈവം വിളിക്കുന്ന സമയത്ത് ആരായാലും പോയേ ഒക്കത്തുള്ളൂ. അതിനുവേണ്ടി നമ്മളും ഈ അന്തരീക്ഷത്തിൽ വരേണ്ടവരാണെന്നുള്ളത് ബോധം ഉണ്ടായിക്കൊണ്ട് അതിനുവേണ്ടി ഒരുങ്ങണം എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഇപ്പോൾ ജോസ് ഇവിടെ ഉണ്ട്, ജോസിനറിയാം. പിന്നെ കുടുംബമായി ഈ അടുത്ത സമയത്തൊന്നും ഇങ്ങോട്ട് വരാനുള്ള എനിക്കും പ്രായം ഇപ്പോൾ പറയുന്നത് എൻ്റെ ആവശ്യമുണ്ടെന്നറിയില്ല. 85 വയസ്സൊക്കെ ആയി. അതുകൊണ്ട് യാത്രയൊക്കെ വളരെ കുറച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് വരാറുമില്ല. ഇന്ന് അടുത്തൊരു സമയത്ത് വന്നിരുന്നു. അന്ന് പന്തളത്തെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അതുകൊണ്ട് നേരിൽ കാണുന്നതിന് സാധിച്ചില്ല. അങ്ങനെ ഒരു വിഷമം ഇപ്പോഴും മനസ്സിലുണ്ട്. പക്ഷേ എല്ലാം ദൈവനിശ്ചയമെന്ന് സമാധാനിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ കൂടുതലായി സംസാരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഏതായാലും ഈ തമ്പിയുടെ വേർപാടിൽ ഇത്രയും ആളുകളൊക്കെ വന്ന് ഇങ്ങനെയുള്ള സഹകരണം ലഭിച്ചത് തന്നെ ഞങ്ങൾക്ക് ഏറ്റവും ഒരു സമാധാനമാണെന്ന് ഞാൻ കണക്കാക്കുകയാണ്. അതുകൊണ്ട് കുടുംബാംഗങ്ങളെല്ലാവരും സമാധാനിക്കണം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ്. തുടർന്നുള്ള പരിപാടികളിലും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ദൈവം നന്മ വരുത്തട്ടെ എന്ന് ആശംസിക്കുന്നു. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. തകർന്ന ഹൃദയങ്ങളെ സർവശക്തനായ 3-ാം അധ്യായം പഠിക്കുമ്പോൾ നീക്കോദീമോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ രാത്രി യേശുവിനെ സമീപിച്ചു. അവനെ സംബന്ധിച്ച് പറയുന്നത് യഹൂദന്മാരുടെ പരീക്ഷ സംഘത്തിലെ അംഗവും യെരുശലേം ദേവാലയത്തിലെ ഉപദേഷ്ടാവും സ്ഥലത്തെ പ്രമാണിയുമായ, അങ്ങനെ സമൂഹത്തിൽ എല്ലാ നിലകളിലും മാനിക്കപ്പെട്ട സുത്യർഹമായ ഒരു സേവനം ചെയ്യുന്ന പൊതുജനത്താൽ സമ്മതിതനായ ദേവാലയത്തിലെ ഒരു ശുശ്രൂഷകനായൊക്കെ ജീവിതം നയിച്ച ഒരു തികഞ്ഞ ആത്മീയനായിരുന്നു. പക്ഷെ യേശു അവനോട് പറഞ്ഞത്, നീ പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ ആർക്കും കഴിയുകയില്ല. അപ്പോൾ ദൈവരാജ്യത്തിൽ കടക്കുന്നതിൻ്റെ ഏക മാനദണ്ഡം എന്ന് പറയുന്നത് പുണ്യപ്രവർത്തികളല്ല, ഭക്തിയുള്ള ജീവിതമല്ല. അതെല്ലാം ആത്മീയജീവിതത്തിൻ്റെ ഭാഗമായി നാം വിലയിരുത്തുന്നുവെങ്കിലും ഇന്ന് പകലിൽ നാം എല്ലാവരും മരണം വഴിയായി ഈ ഭൂമിയിൽ നിന്ന് യാത്ര പറയേണ്ടവരാണ്. അത് പ്രാർത്ഥിക്കുന്ന ഭക്തനും അതേ തിന്മ ചെയ്യുന്ന അതേ ദുഷ്ടനും എല്ലാവർക്കും ഒരു ദിവസം മരണമുണ്ട്. ആരും ഈ ഭൂമിയിൽ ജനിച്ചിട്ട് ജീവനോടെ ശേഷിച്ചിട്ടില്ല. ജനിക്കുമ്പോൾ തന്നെ ദൈവം മരണത്തിനൊരു ദിവസവും നിയമിച്ചിരിക്കുന്നു. എന്നാൽ എല്ലാവരും അങ്ങനെ മാറ്റപ്പെടും. എന്നാൽ മരണത്തിന് ശേഷം നിത്യമായൊരു ജീവിതം ഇവിടെ ഉണ്ടെന്ന് എനിക്ക് മുമ്പ് പ്രസ്താവിച്ച ദൈവദാസന്മാർ ഇവിടെ ഓർപ്പിക്കുകയുണ്ടായല്ലോ. അതിൻ്റെ ആവർത്തനത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കുന്നു. നിത്യതയിൽ കർത്താവിനോടുകൂടെ മരണാനന്തരം നമുക്ക് ചേരുവാൻ കഴിയണമെങ്കിൽ യേശുക്രിസ്തുവിനാലുള്ള വീണ്ടും ജനനം എനിക്കും നിങ്ങൾക്കും ആവശ്യമാണ്. ആ വീണ്ടും ജനനം എന്നിലും നിങ്ങളിലും നടക്കാത്തിടത്തോളം നമ്മുടെ ഭക്തിയുള്ള ജീവിതം കൊണ്ടോ നാം നടത്തുന്ന പ്രാർത്ഥന കൊണ്ടോ നാം സമൂഹത്തിൽ ചെയ്ത നല്ല പ്രവൃത്തികൾ കൊണ്ടോ ഒന്നും ആർക്കും നിത്യതയിൽ മരണത്തിന് ശേഷം കർത്താവിനോടുകൂടെ ചേരുവാൻ കഴിയുകയില്ല. അതിനൊരേ മാനദണ്ഡമാണ് വേദപുസ്തകം നമ്മെ ഓർപ്പിക്കുന്നത്. അതാണ് കർത്താവ് നീക്കോദീമോസിനോട് പറഞ്ഞത്, നീ പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അപ്പസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായം 3 മുതലുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ യഹൂദന്മാരായ ആളുകളെക്കുറിച്ച് അവരുടെ സഹോദരനായ പൗലോസിന് വളരെ ദുഃഖവും വേദനയും ഉണ്ടെന്ന് പറഞ്ഞാണ് ആ ലേഖനം ആരംഭിക്കുന്നത്. അതിനുശേഷം 3 തൊട്ടുള്ള വേദഭാഗത്തിൽ പൗലോസ് ഇങ്ങനെ പറയുന്നു, യേശുക്രിസ്തുവിലൂടെ നിത്യതയിലെത്തുവാൻ യഹൂദനെ സംബന്ധിച്ച് അവന് പാരമ്പര്യമായി ഏതാണ്ട് 8-9 അവകാശങ്ങൾ ജന്മസിദ്ധമായി ലഭിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്, അവർ ഇസ്രയേലിയർ, പുത്രത്വം അവർക്കുള്ളത്, പിതാക്കന്മാർ അവർക്കുള്ളത്, ആരാധന അവർക്കുള്ളത്, ന്യായപ്രമാണം അവർക്കുള്ളത്, തേജസ് അവർക്കുള്ളത്, പിതാക്കന്മാർ അവർക്കുള്ളത്, ജഡപ്രകാരവും ക്രിസ്തുവും അവനിൽ നിന്നല്ലോ ജനിച്ചത്, അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. എന്നിട്ട് താനൊരു കാര്യം പറയുകയാണ്,
ദൈവവചനം വൃഥാവായി പോയി എന്നല്ല. ആമേൻ. ഇസ്രയേലിന് ജനിച്ചവനെല്ലാം ഇസ്രയേലിനും അബ്രഹാമിൻ്റെ സന്തതിയാകിയാൽ എല്ലാവരും മക്കളൊന്നും വരുന്നില്ല. അതിൻ്റെ അർത്ഥമോ ജഡപ്രകാരം ജനിച്ച മക്കളല്ല ദൈവത്തിൻ്റെ മക്കൾ, വാഗ്ദത്തപ്രകാരം ജനിച്ചതിനെ അത്രേ സന്തതി എന്ന് എണ്ണുന്നു. നാം എല്ലാം ഈ ലോകത്തിൽ മനുഷ്യരിൽ നിന്ന്, അവരുടെ ജഡത്തിൽ നിന്ന്, മാതാപിതാക്കളുടെ ജഡത്തിൽ നിന്ന് നമ്മൾ ജനിച്ചു. അതുകൊണ്ട് നമ്മൾ ക്രിസ്ത്യരായിരിക്കാം, മറ്റ് ജാതി വിഭാഗങ്ങളായിരിക്കാം, ഏതെങ്കിലും ഒരു ക്രിസ്തീയ ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചതുകൊണ്ട് നമ്മൾ ആരും സ്വർഗത്തിൽ പോകത്തില്ല. അതിൻ്റെ കാരണം നമ്മളെല്ലാം ജഡത്തിൽ നിന്ന് ജനിച്ചവരാണ്. എന്നാൽ പൗലോസ് പറയുന്നത് യഹൂദനും ഈ 7-8 വാഗ്ദത്തങ്ങളുണ്ടെങ്കിലും, പാരമ്പര്യമായി ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാനുള്ള അവകാശങ്ങളുണ്ടെങ്കിലും അത് അവർക്ക് സാധ്യമല്ല. കാരണം ഇസ്രയേലിന് ജനിച്ചവനല്ല ഇസ്രയേലിനും അബ്രഹാമിൻ്റെ മക്കളാകിയാൽ എല്ലാവരും സന്തതി എന്ന് വരുന്നില്ല. അതിൻ്റെ അർത്ഥമോ ജഡപ്രകാരം ജനിച്ച മക്കളല്ല ദൈവത്തിൻ്റെ മക്കൾ, വാഗ്ദത്തപ്രകാരം ജനിച്ചതിനെ അത്രേ സന്തതി എന്ന് എണ്ണുന്നു. അബ്രഹാമിൻ്റെ ജീവിതത്തെക്കുറിച്ച് വീണ്ടും പൗലോസ് തെളിയിക്കുന്നുണ്ട്. സാറയ്ക്ക് ഈ സമയത്തേക്ക് ഒരു മകൻ ജനിക്കുമെന്നല്ലോ വാഗ്ദത്ത വചനം. എന്നാൽ ആ വചനം നിവൃത്തിയാകുന്നതിന് മുൻപേ അവർക്ക് തിടുക്കം കൂടിയത് കൊണ്ട് ഹാഗാറിൽ നിന്ന് അബ്രഹാമിന് സന്തതി ജനിച്ചു. ദൈവത്തിന് സ്തോത്രം. അവന് 10-13 വയസ്സായപ്പോൾ 90-ാമത്തെ വയസ്സിൽ വാഗ്ദത്ത സന്തതിയായ ഇസ്ഹാക്കിനെ സാറ പ്രസവിച്ചു. തൻ്റെ മകൻ അതേ വളർന്നു വന്നപ്പോൾ തൻ്റെ ദാസിയുടെ മകൻ പരിഹാസി എന്ന് കണ്ടിട്ട് സാറ പറയുകയാണ്, ദാസിയെയും മകനെയും പുറത്താക്കി കളയുക. അന്ന് അബ്രഹാമിൻ്റെ കുടുംബത്തിൽ അല്പ കലശങ്ങളൊക്കെ ഉണ്ടായി. രാത്രി ഭാരപ്പെട്ട അബ്രഹാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അബ്രഹാമിനോട് ദൂതൻ ഇറങ്ങി വന്ന് പറഞ്ഞു, ആ കാര്യത്തിൽ സാറ പറഞ്ഞ പോലെ ചെയ്യുക, ദാസിയെയും മകനെയും പുറത്താക്കുക, ഇസാക്കിൽ നിന്ന് ജനിക്കുന്നവനല്ലയോ നിന്റെ സന്തതി എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ പേരിലാണ് ഒരു തുരുത്തി വെള്ളവും കുറച്ചപ്പവുമായി ഹാഗാറിനെ മരുഭൂമിയിലേക്ക് അബ്രഹാം ഇറക്കി വിട്ടത്. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സാറയുടെ മരണശേഷം വീണ്ടും അബ്രഹാം ഒരു കല്യാണം നടത്തി. അവളുടെ പേര് കെതൂറ എന്നാണ്. കെതൂറയിൽ അബ്രഹാമിന് 7 മക്കൾ ജനിച്ചു. 25-ാം അധ്യായം ബൈബിൾ വീട്ടിൽ ചെന്ന് നിങ്ങൾ വായിക്കണം. ആ 7 മക്കൾ ജനിച്ചതിന് ശേഷം അതിൻ്റെ അവസാനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, തൻ്റെ വാഗ്ദത്ത സന്തതിയായ ഇസ്ഹാക്കിനോടുകൂടെ അവർ അവകാശികളാകാതിരിക്കേണ്ടതിന് അബ്രഹാം അവർക്ക് ദാനങ്ങളെ കൊടുത്ത് കിഴക്കോട്ട് യാത്രയാക്കി. ദൈവത്തിന് സ്തോത്രം. ഇവിടെ എന്താണ് പൗലോസ് പറയുന്നത്? വാഗ്ദത്ത പ്രകാരം ജനിച്ചതിനെ അത്രേ സന്തതി എന്ന് പറയുന്നു. പുതിയ നിയമസഭയ്ക്ക് വാഗ്ദത്തമായി ലഭിച്ച സന്തതി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. എവിടെയാണ് ആ വാഗ്ദത്തം ലഭിച്ചത്? ഏദൻ പൂങ്കാവനത്തിൽ ആദവും ഹവ്വയും പാപം ചെയ്ത് തേജസ് നഷ്ടപ്പെട്ട് വിവസ്ത്രരായി നിൽക്കുമ്പോൾ ഏദനിൽ വെയിലാറുന്ന സമയത്ത് ഇറങ്ങി വന്ന പിതാവായ ദൈവം അവരുടെ മൃതാവസ്ഥകളെ കണ്ടിട്ട് തോട്ടത്തിൽ നിന്ന് അവരെ പുറത്താക്കിയെങ്കിലും വീണ്ടെടുപ്പിനുള്ള വാഗ്ദത്തം അവിടെ കൊടുത്തു. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും, അതവന്റെ കുതികാൽ തകർക്കും. ദൈവത്തിന് സ്തോത്രം. ഗലാത്യ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, കാലസമ്പൂർണതയിൽ സ്ത്രീയുടെ സന്തതി അവൻ മാനവകുലത്തിന്റെ പാപപരിഹാരകനായി ഈ ലോകത്തിലേക്ക് അവതരിച്ചു. അവനത്രേ വാഗ്ദത്ത സന്തതിയായ യേശു ക്രിസ്തു. ഇസാക്കിൽ നിന്ന് ജനിക്കുന്നവനെ നിന്റെ സന്തതി എന്ന് എണ്ണെന്ന് പറയുമ്പോൾ ഈ യേശു ക്രിസ്തുവിലൂടെ ജനിക്കുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. അവർക്ക് വേണ്ടിയാണ് നിത്യത ഒരുക്കിയിരിക്കുന്നത്. ഗലാത്യർ 3:16 പൗലോസ് ഇങ്ങനെ പറഞ്ഞു, അബ്രഹാമിനും അവൻ്റെ സന്തതികൾക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. സന്തതികൾക്കുമെന്ന് അനേകരെ കുറിച്ചല്ല, നിന്റെ സന്തതി എന്ന ഏകനെ കുറിച്ചത്രേ. അതാരാണ്? ക്രിസ്തു അത്രേ. ദൈവത്തിന് സ്തോത്രം എന്ന് പൗലോസ് അവിടെ തെളിയിച്ചിരിക്കുന്നു. ഇന്ന് പകൽക്കാലം പഴയ നിയമത്തിലെ വാഗ്ദത്ത സന്തതി അതേ ഇസഹാക്കായിരുന്നുവെങ്കിൽ പുതിയ നിയമത്തിലെ വാഗ്ദത്ത സന്തതി കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവിലൂടെ അവൻ ദൈവത്തിൻ്റെ വചനത്താൽ ആത്മാവിനാലും വീണ്ടും ജനിച്ചവരാണ്. അവൻ സ്തോത്രം വാഗ്ദത്ത സന്തതി. ആ വാഗ്ദത്ത സന്തതിയെ ചേർക്കുവാനാണ് നമ്മുടെ കർത്താവ് ഇനി മധ്യാകാശത്തിൽ വെളിപ്പെടുവാനായി പോകുന്നത്. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ആമേൻ സ്തോത്രം ആ യേശു ക്രിസ്തുവിനെ ജീവിതത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് യേശു ക്രിസ്തുവിനാലുള്ള വീണ്ടും ജനനം എന്നിലും നിങ്ങളിലും നടന്നിട്ടില്ല എങ്കിൽ മരണത്തിനപ്പുറമുള്ള നിത്യത നമുക്ക് പ്രത്യാശിക്കുവാൻ അർഹതയില്ല. ദൈവത്തിന് സ്തോത്രം. ആകയാൽ ആ പ്രത്യാശയിലേക്ക് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. എൻ്റെയും കുടുംബത്തിൻ്റെയും ഞാൻ പ്രതിദാനം ചെയ്യുന്ന മുളക്കഴ ദൈവസഭയുടെയും എല്ലാവിധമായ ക്രിസ്തുവേശുള്ള പ്രത്യാശയും
ആമേൻ സ്തോത്രം ദുഃഖവും പങ്കുവയ്ക്കുന്നു. പ്രിയബന്യ കുടുംബം, ബ്ലസ്സി കുടുംബം, ദൈവം നിങ്ങളെല്ലാവരെയും അവിടുത്തെ ദിവ്യമായ സമാധാനം കൊണ്ട് ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുന്നു.